പ്രിയമുള്ളവരെ, ഹിജ്റ വർഷം 1447 നാം നിലകൊള്ളുന്നത്. അറബി മാസത്തിലെ കലണ്ടർ പ്രവേശിക്കുന്നത് നമുക്കറിയാം മുഹറം മാസത്തോടുകൂടിയാണ്. ആ പവിത്രമായ മാസം നമ്മളിന്ന് വിട പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇനി അടുത്ത സഫർ മാസം വളരെ ശ്രേഷ്ഠമായ മാസമാണ്. 2 മാസങ്ങളാണ് വർഷത്തിൽ നിക്കാഹിന് ഏറ്റവും നല്ലത് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. ഒന്ന് സഫറ, പരിശുദ്ധ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെയും അലിയാർ തങ്ങളുടെയും വിവാഹം നടന്നത് പുണ്യമായ സഫർ മാസത്തിലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയും. പലപ്പോഴും നമുക്കിടയിലുള്ള തെറ്റിദ്ധാരയുണ്ട്, സഫർ വന്നാൽ പിന്നെ ഒന്നിനും കൊള്ളൂല. ആ തെറ്റിദ്ധാരണ പൊളിച്ചെഴുതുകയാണ് പരിശുദ്ധ ഇസ്ലാം. വിവാഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ 2 മാസങ്ങളിൽ ഒന്ന് സഫറും മറ്റൊന്ന് ശവ്വാലുമാണ്. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഏതാണ്? ശവ്വാല്. അത് കഴിഞ്ഞു. ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയും കഴിഞ്ഞിട്ടാണ് മുഹറം പുതുവർഷം തുടങ്ങിയത്. ഇനിയുള്ളത് സഫറ. അപ്പൊ വിവാഹം കഴിക്കാനുള്ളവരൊക്കെ വേഗം റെഡി ആയിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഫർ മാസമാണ് വിവാഹത്തിന് ഏറ്റവും നല്ല മാസമാണ്. ശവ്വാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയും വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. ഹദീസിൽ സുവ്യക്തമാണ്. ഏതുമായിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഹിജറ വർഷം 1446 അവസാനിച്ച് 47ലേക്ക് കാലൂന്നി 2025 നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മോമിനീങ്ങൾ മോമിനാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ആയുസ്സിൽ നിന്ന് ഒരേടുകൂടി ഇല്ലാതായിരിക്കുകയാണ്. ഒരു വർഷം കൂടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആയുസ്സിൽ നിന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ ഓർത്തുകൊണ്ട് പടച്ചിറപ്പിലേക്ക് തൗബ ചെയ്യുകയും ഏകനാകുന്ന അല്ലാഹുവിലേക്ക് പാപമോചനത്തിനർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ശിഷ്ടകാല ജീവിതം നന്നാക്കാൻ പരിശ്രമിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് ഒരുങ്ങി തയ്യാറായി അതിനുവേണ്ടി നിലകൊള്ളേണ്ട സമയവും സന്ദർഭവുമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമുക്കെല്ലാവർക്കും നല്ല അമലുകളിൽ വ്യാപൃതരാകാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم ما من يوم إلا ويأتي وينادي لابن آدم إني يوم جديد وإني على ما يعمل فيها شهيد وإني إذا غربت الشمس لم أرجع إليكم إلى يوم القيامة. نبينا رسول الله صلى الله عليه وسلم ഈ ദുനിയാവിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതായ മനുഷ്യ മാനവ, എല്ലാ ദിവസവും ആ ദിവസങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്രേ. ആദമ സന്തതികളോട് ദിവസങ്ങൾ ഓരോ ദിവസവും ലോകത്തോട് വിളിച്ചു പറയുകയാണ്. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഇന്നീ യൗമുൻ ജദീദ്, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്, നിനക്കിതാ ഒരു പുതിയ ദിവസമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. വഇന്നീ അലാ മാ യഅമലു ഫിയാ ശഹീദ്, നീ എന്നിൽ പ്രവർത്തിക്കുന്നതായ ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ, ഏതെല്ലാം നന്മകളുണ്ടോ, അതിനെല്ലാം ഞാൻ സാക്ഷിയാണ്, സാക്ഷിപത്രമാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് അനുകൂലമായും നിനക്ക് പ്രതികൂലമായും സാക്ഷിപത്രമാകുന്നതായ ദിവസമാണ്, ദിവസമാണ്. വഇന്നീ ഇദാ ഗറബത്തി ശംസു ലം അർജിഅ ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ. ഈ
ദിവസമാകും ഞാൻ എന്നെ നീ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതിരിക്കട്ടെ. ഈ ദിവസമാകും ഞാൻ സൂര്യൻ അസ്തമിക്കലോടുകൂടി ഞാനിതാ നിന്നെ തൊട്ട് വിട പറയുകയാണ്. ഇനി അടുത്ത ദിവസമാണ് നിന്നിലേക്ക് കടന്നു വരുന്നത്. ഇനി ഒരിക്കലും നിനക്ക് എന്നെ ലഭിക്കില്ല. ഈ ദിവസം ഇതാ മകളോടുകൂടി എത്തിയാൽ ഇനി നിന്നിലേക്ക് ഞാൻ മടങ്ങി വരുന്ന കാര്യമില്ല. ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല. ദിവസങ്ങൾ നമ്മളോട് തീരെ വിളിച്ചു പറയുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യ മാനവ സഹോദര സഹോദരി പഠിച്ചു വെക്കുന്ന പാഠമാണ്. എല്ലാ ദിവസങ്ങളും ആ ദിവസങ്ങൾ നമ്മളോട് പറയുന്ന വസ്തുതയാണിതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഞാനൊരു പുതിയ ദിവസമാണ്. നീ എന്നിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ഞാൻ അസ്തമിച്ചാൽ ഇനി ഒരിക്കലും ഞാൻ മടങ്ങി വരില്ല കേട്ടോ എന്ന് എല്ലാ ദിവസവും ആ ദിവസങ്ങൾ അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും മനസ്സിലായിക്കോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഗ്‌രിബ് തുടങ്ങലോടുകൂടി അറബി മാസപ്രകാരം നമ്മുടെയൊക്കെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? മഗ്‌രിബ് മുതൽക്ക് പിറ്റേ ദിവസം മഗ്‌രിബ് വരെയാണ്. അതുകൊണ്ടാണല്ലോ പിറ ദൃശ്യമാകുന്നത് നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ മഗ്‌രിബ് പ്രവേശിച്ചപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ആചാര്യ ഹജ്ജുമ്മ വെറുതെ ഇങ്ങനെ തേരാപ്പാര നടക്കല്ലേ, നമ്മളൊരു പുതിയ ദിവസമാണ്, വേണ്ടതുപോലെ ശ്രദ്ധിച്ചോ എന്നെ നീ, ഇല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും. കാരണം നാളത്തെ അസ്തമയത്തോടുകൂടി ഞാൻ നിന്നെ തൊട്ട് വിട പറയുക, ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ മടങ്ങി വരില്ല എന്ന് ദിവസങ്ങൾ നമ്മളോട് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കേൾക്കാനുള്ള കാതില്ല, മനസ്സിലാക്കാനുള്ളതാകുന്ന ഹൃദയമെല്ലാം ഒന്നുമില്ല നമുക്ക്. എല്ലാ ദിവസങ്ങളും അത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുക. നമ്മൾ ഇന്നലത്തെ ഒരു ദിവസം, ഇന്നലെ മഗ്‌രിബ് മുതൽ ഇതുവരെയുള്ളത് എന്തൊക്കെ ചെയ്തു ഒന്ന് ആലോചിച്ചു. സാധേ 3 സീരിയൽ കണ്ടു. ഇന്നലെ വന്നില്ലാത്തോണ്ട് 3 സീരിയൽ. പിന്നെ മറ്റേ പെണ്ണ് പ്രസവിച്ചതിന്റെ ഇപ്പോഴത്തെ കുട്ടിയുടെ ഹാൽ എന്താന്ന് നോക്കി. ഏത് പെണ്ണാന്ന് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന. ലോകം മുഴുവനും വയറും കാണിച്ച് പ്രസവിക്കാൻ പോകുന്ന പ്രസവ തിയേറ്ററിലും കണ്ട കാണിച്ച് കെട്ടിയവനെയും കൂടെ നിർത്തി നാട്ടുകാരും കൂടെ നിർത്തിയിട്ട് പ്രസവിക്കുക. പുതിയ ഫാഷനാണ്. മുമ്പ് ഏതോ മാണിയോ മീണിയോ ഏതോ ഒരു പെണ്ണ് കാണിച്ചു കൊടുത്താൽ അതോടുകൂടി പിന്നെ ഇപ്പൊ എല്ലാവർക്കും അതൊരു ഫാഷനായി. ഇനിയിപ്പോ അടുത്ത പെണ്ണുകൾ ഒരുങ്ങി തയ്യാറായിരിക്കാൻ, ഗർഭം ധരിച്ച അപ്പോഴേ തന്നെ അവിടെ മുതൽ തുടങ്ങും. 2 ടിക്ക് വീണത് മുതൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. പ്രഗ്നൻസി ടെസ്റ്റിനകത്ത് 2 ടിക്ക് വീണു. എല്ലാരും കണ്ടോളാൻ പറയാം വീഡിയോക്കകത്ത്. എവിടെയാണ് മനുഷ്യരെത്തിയിരിക്കുന്നത്? ഒരു പെണ്ണിന്റേതാകുന്ന ശരീരത്തിന്റെ വിലപ്പെട്ടതാകുന്ന വസ്തുക്കൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാൻ ആരനുവാദം കൊടുക്കുന്നു? മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ സഹോദരിമാർ ലജ്ജയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ. ലജ്ജ എന്ന് പറയുന്നത് എടുത്തുപോയിരിക്കുക. ലജ്ജ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിവാജ്യ ഘടകമാണ്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം ലജ്ജ അഭിവാജ്യ ഘടകം. കാരണം എന്തുകൊണ്ട്? ലജ്ജയില്ല എങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, കാഫിറായി പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم തങ്ങൾ പറയുകയാണ്, അൽ ഈമാൻ വൽ ഹയാ ഉരിനാ ജമീആ ഇദാ റുഫിഅ ശൈഉ തങ്ങൾ സഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്. വിശ്വാസവും ലക്ഷ്യം പരസ്പര പൂരകങ്ങളാണ്, പരസ്പരം ബന്ധമുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായി ഉയരുന്നതാണ്. അഥവാ ലജ്ജ ഒരു വ്യക്തിയിൽ നിന്ന് ഇല്ലാതായി പോയാൽ അവനിൽ നിന്ന്
വിശ്വാസമെന്ന ഈമാൻ പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പഠിപ്പിച്ചതല്ലേ. ഈ ഉമ്മത്ത് ശ്രദ്ധിക്കാതെ പോകുകയല്ലേ, എപ്പോഴും ഹറാമായ തലത്തിലേക്ക് ഈ ഉമ്മത്തിന്റെ ശരീരഭാഷ കൊണ്ടുപോവുകയല്ലോ. നാലാള് കൂടെ നടന്ന് ഡിസ്കോ ബ്രേക്ക് കളിക്കാൻ, ഡാൻസ് കളിക്കാൻ വേണ്ടി വെണ്ടൽ കൊള്ളുന്ന മുസ്ലിം അംഗമാരായി സഹോദരിമാര് മാറിയില്ലേ. അല്ലാഹുവേ പടച്ചറപ്പേ, എത്ര വലിയ ആഭാസമാണ് ഈ ഉമ്മത്ത് കാണിക്കുന്നത്. സമൂഹത്തിൽ അറിയപ്പെട്ട ഹാജിയാരാണ്, ഉന്നതനായ പണക്കാരനാണ്. വെള്ളൂർ ജമാഅത്തിലും പരിസര മഹല്ലിലുമൊക്കെ അറിയപ്പെട്ട ദീനിന്റെ ദഅവത്തിന്റെ മേഖലയിൽ സാന്നിധ്യമായി വർത്തിച്ചതായ വ്യക്തിയാണ്. പക്ഷേ മകളുടെ കല്യാണം വരുമ്പോ ഹാജിയാര് തോന്നിവാസം കാണിക്കുകയാണ്. അർദ്ധനഗ്നയായ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പരസ്യമായി ഓഡിറ്റോറിയങ്ങളിൽ പുതിയ പെണ്ണിനോടൊപ്പം ലജ്ജാവഹമാകുന്ന നിലയിൽ മോശപ്പെട്ട രീതിയിൽ ഡിസ്കോ ബ്രേക്ക് കളിക്കുകയല്ലേ. ഇത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചതാണോ ഹാജിയാരെ? തസ്ബിമാല മറിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ഈമാനിന്റെ ആവേശം എവിടെ പോയി മാതാവേ, എവിടെ പോയി ഉമ്മ? എല്ലാ കാര്യത്തിലും വലിയ ദീൻ പറയുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ സംസാരിക്കാൻ ആളില്ല. കുടുംബത്തിയുടെ പ്രശ്നമാണ്. മക്കളും മരുമക്കളും കൊച്ചുമക്കളും തുണിയില്ലാതെ റോഡിലൂടെ കിടന്ന് ആടുകയാണ്. നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ് കൊടുത്തതാകുന്ന പെണ്ണിന്റെ കുടുംബം അവസാനം പെണ്ണിനെ തലയ്ക്ക് മീതെ വലിയ മാറാപ്പം പിടിച്ചുകൊണ്ട് അതാ ആഘോഷപ്പൊലിമയോടുകൂടി കടന്നുകൊണ്ടുവരുന്ന രംഗം കാണുമ്പോ മുസ്ലിമീങ്ങൾ കണ്ണുപൊത്തിപ്പോ. കാരണം എന്താ? ലോകം മുഴുവൻ ഡ്രസ് കൊടുത്തിട്ട് അവസാനം പെണ്ണിന് ഡ്രസ്സില്ല, തുണിയില്ലാതെ പെണ്ണ് കയറി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സഹോദരങ്ങൾക്കെല്ലാം ഡ്രസ് കൊടുത്തു, നല്ല കറുത്ത ഡ്രസ്, ആരോ മരിച്ചതിന്റെ പരിപാടിയാന്ന് തോന്നുന്നു. സഹോദരിമാർക്കെല്ലാം ഡ്രസ് കൊടുത്തു പച്ച. അതാകുമ്പോ പിന്നെ കുഴപ്പമില്ല, നമ്മുടെ കളറാണ്, എല്ലാവർക്കും പച്ചയും കൊടുത്തു. തലേദിവസം അതിന്റെ തലേദിവസമൊക്കെ പരിപാടിയായിരുന്നു മഞ്ഞ കല്യാണം, പച്ച കല്യാണം. പച്ച കണ്ണാടിയും വെച്ച് മഞ്ഞ ട്രൗസർ ഇട്ട് വല്യപ്പായ വീടിന്റെ മേളിൽ കയറ്റി നിർത്തിയിരിക്കാൻ യോയോ. അതാകുമ്പോ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ല, മൂപ്പർക്ക് ഒരു 2 സിഗരറ്റും കൊടുത്ത് അവിടെ കയറ്റി നിർത്തി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് ഈ ഉമ്മത്തിന്റെ പോക്ക്? എങ്ങോട്ടാണ് പോകുന്നത്? എത്ര വാഴ്ന്നു പറഞ്ഞാലും, എത്ര ഈ വിഷയങ്ങളെ കുറിച്ച് സംവദിച്ചാലും ആലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽക്കരിക്കാതെ അശ്ലീല ചുവയുള്ളതാകുന്ന ഭാഷയുമായി ഉമ്മത്തി എത്തിപ്പെടുകയാണ്. ആഖിറം നഷ്ടമാകില്ലേ? പരലോകം തീരാ നഷ്ടമാകില്ലേ? നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ് കൊടുത്തു, ബന്ധുക്കൾക്ക് അയൽവാസികൾക്ക് 10 കല്യാണമൊക്കെ വേറെ നടത്തി കൊടുത്തു, യത്തീംഖാനയ്ക്ക് ഫുഡ് കൊടുത്തു, ഒക്കെ നല്ലതാണ്. പക്ഷെ അവസാനം പുതിയ പെണ്ണിനെ ആനയിച്ചു കൊണ്ടുവരുമ്പോ ആ പെണ്ണിനെ തലയ്ക്ക് മേതിലും പിടിച്ചിട്ടുണ്ട് തുണി. പെണ്ണിനെ കൊണ്ടുവരുമ്പോ തലയ്ക്ക് മേലെ തുണി പിടിക്കാണ്. യഥാർത്ഥത്തിൽ അവിടെ അല്ല തുണി പിടിക്കേണ്ടത്, മയ്യത്ത് കബറടക്കുമ്പോൾ. ഈ തുണി എവിടെയാ പെണ്ണുങ്ങൾക്ക് പിടിച്ചു കൊടുക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വസിയത്ത് ചെയ്തത് സ്ത്രീകളുടെ കബറടക്കത്തിന്, എന്റെ ജനാസ കൊണ്ടുവന്ന കബറടക്കുമ്പോ കബറിന്റെ മീതെ നിങ്ങൾ തുണി പിടിക്കണേ എന്ന് ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ തുണി പിടിച്ചെടുക്കുന്നത് ഇവിടെ കേട്ടോ. പെണ്ണിന്റെ മേത്തോട്ട് നോക്കിയപ്പോ കണ്ണഞ്ചി പോയി, പെണ്ണിന്റെ മേത്ത് മാത്രം തുണിയില്ല. നാട്ടുകാർക്ക് മുഴുവൻ തുണി എടുത്തു കൊടുത്തപ്പോ പൈസ തീർന്നു പോയി. ആ പാടായി എല്ലാം കാണാം. മറച്ചു വെക്കേണ്ടത് മുഴുവൻ തുറന്നു വെച്ചിരിക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പറയാതിരിക്കുന്ന കാശില്ലാത്തതൊന്നുമല്ല, പത്രാസ് കാണിക്കാൻ. ഇതൊക്കെ മറ്റുള്ളതാകുന്ന പാശ്ചാത്യരുടെ ജീവിത ശൈലി ഈ ഉമ്മത്ത് അതേപോലെ ഒപ്പിയെടുക്കുന്ന നിലയിലേക്ക് ഈ ഉമ്മത്ത് എത്തിപ്പെട്ടു. തീർച്ചയായും അല്ലാഹു പരീക്ഷണം ഉറപ്പാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ സാമ്പത്തിക മേഖലയൊക്കെ തകർന്നിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എല്ലാം നടക്കുന്നുണ്ട്, എല്ലാം തീർന്നു. സോക്കേട് ഇഷ്ടംപോലെ ഭൂമി ആക്കിച്ചൊക്കെ അടിച്ചു പൊളിച്ചപ്പോ നിന്ന് ഇപ്പൊ അവസാനം ഒന്നുമില്ല. അരിയരെ കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ പോയി ഉസ്താദേ, കോവിഡ് കഴിഞ്ഞതിന് ഇങ്ങോട്ട് ശേഷം അനങ്ങാനില്ല. പക്ഷെ ദൂർത്തും ദുറവും കുറച്ചിട്ടില്ല. ഇപ്പോൾ ഇഷ്ടംപോലെ വാങ്ങി കൂട്ടാൻ ഡ്രസ്സും ചെരുപ്പും കാറും ബൈക്കും. പിള്ളേർക്കൊക്കെ കാറ് കൊടുക്കാം. പിള്ളേരൊക്കെ ഇങ്ങോട്ട് +2 വാങ്ങുന്നതിന് മുമ്പ് കാറ് കൊടുക്കാൻ പോയി വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും പോയി ഇടിച്ച് മയ്യത്താകും. വീട്ടിൽ അംഗസംഖ്യ കൂടുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
എടാ ലൈസൻസ് എടുക്കുന്ന പ്രായത്തിന് മുമ്പ് തന്നെ ബൈക്ക് എടുത്തു കൊടുക്കുക. ഈ കുട്ടികൾ എന്നിട്ട് റോഡിലൂടെ ഇങ്ങനെ ചീറിപ്പായ. ചെറുപ്പക്കാരോട് പ്രത്യേകം ഉറപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ആയുസ്സിന് വലിയ വിലയാണ്, നിസ്സാര കാര്യമല്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്വന്തമായി ഇല്ലാതാക്കരുത്. വലാ തഖ്തുലു അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ശരീരത്തെ ഇല്ലാതാക്കരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. ചെറിയ വിഷയമല്ല, വെറുതെ പോയി വലിയ സ്പീഡിൽ ഓടിക്കാൻ. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ 10 പെണ്ണുങ്ങൾ ഇപ്പൊ ഉണ്ടെങ്കിൽ അവിടെ ഒന്നും കൂടി അവസാനം അലച്ചും കെട്ടി ഒരൊറ്റ വീഴ്ച, തെന്നിപ്പടച്ച് അവന്റെ ഗിറെല്ലാം തീർന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. 10 പേരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഫോഴ്സ് കാണിക്കുന്ന ഉമ്മത്ത്, പണത്തിന്റെ പണവെളുപ്പ് കാണിക്കാൻ. അയൽവാസിയാകുന്ന മനുഷ്യൻ 2000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ചാൽ എനിക്ക് 3000-ന്റെ വെക്കണം, വാശി. അവൻ 3000-ന്റെ വെച്ചാൽ എനിക്ക് 5000-ന്റെ വീട് വെക്കണം. 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെച്ചാൽ എനിക്ക് 10000 സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കണം. 10000-ന്റെ വെച്ചാൽ എനിക്ക് 25000-ന്റെ വെക്കണം. കണ്ടില്ലേ നിങ്ങൾ? വലിയ ഒരു മൊബൈൽ ഫോണിന്റെയും ടിവിയുടെ ഒക്കെ ആകുന്ന വലിയൊരു ഷോറൂമിന്റെ ഉടമ ഈ അടുത്ത്, ഷോറൂമിന്റെ നാമല്ലുണ്ട്, ഞാൻ പറയുന്നില്ല, ഉടമ ഈ അടുത്ത് വെച്ചത് 50,000 ചതുരശ്ര അടി വീതിയുള്ള വലിയ ബിൽഡിംഗ് വെച്ചിരിക്കുകയാണ്. ആർക്ക് താമസിക്കാൻ? അദ്ദേഹത്തിനും ഭാര്യയ്ക്കും. ആലോചിച്ചു നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സമ്പത്ത് ഒരു മനുഷ്യന് കുമിഞ്ഞുകൂടുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് അഹന്ത വെക്കുന്ന ആളുകൾ, വലിയ വലിയ മാളിക സൗധങ്ങൾ പണിതുയർത്തുന്നവർ, അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കുന്ന ആളുകൾ തീർച്ചയായും ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുബയ്യിർ തബ്യീറാ ഇന്നൽ മുബയ്യിരീൻ കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിൽഇൻസാനി കഫൂറാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, വലാ തുബയ്യിർ തബ്യീറാ. നിങ്ങൾ നടത്തരുതേ, നടത്തരുതേ. ഇന്നൽ മുബയ്യിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ഈ ദുനിയാവിൽ ധൂർത്തും ദുർവ്യയം നടത്തുന്നവർ അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സ്വന്തം മകളെ വിവാഹം ചെയ്തേക്കാൻ സമ്പത്തില്ലാതെ വരുമ്പോ എത്ര പേരിൽ കത്തെഴുതി വാങ്ങി, സെക്രട്ടറിയെ കൊണ്ട് പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിട്ട് വാങ്ങിയിട്ട് ഓരോ മഹല്ലുകൾ തോറും തെണ്ടി നിറങ്ങി യാചിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് പോലും സ്വന്തം മക്കളുടെ വിവാഹം നടത്തുന്നവരില്ലേ? അവര് പോലും അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഹറാമുകൾ കല്യാണത്തിലേക്ക് കൂട്ടുന്നില്ലേ? സിനിമാ പാട്ടുകളിലൂടെ, സിനിമാ രാഗങ്ങളിലൂടെ, അശ്ലീല ചുവയുള്ള ഡാൻസുകളിലൂടെ അന്യ പെണ്ണുമായി കൂടി കലർന്നുകൊണ്ടുള്ളതാകുന്ന പാട്ടും കൂത്തരങ്ങുകളും അത്തരക്കാരുടെ വീടുകളിൽ പോലും ഇന്ന് നടക്കുന്നില്ലേ, നടക്കുന്നില്ലേ? പൈസയില്ല കേട്ടോ. മഹലിൽ വന്നിട്ട് അവിടുന്ന് ലെറ്റർ പാഡിൽ വാങ്ങിച്ചിട്ട് സെക്രട്ടറിയെ കൊണ്ടും പ്രശ്നം ഒപ്പിടിച്ചിട്ട് നാട്ടിൽ മുഴുവൻ തെണ്ടി അവസാനം പൈസ കിട്ടിയത് മുഴുവൻ കല്യാണം നടത്തുക, എങ്ങനെയെങ്കിലും ഒപ്പിച്ച് നടത്താം. അപ്പോഴും മഞ്ഞ കല്യാണം, പച്ച കല്യാണം മസ്റ്റാ. തലേന്ന് പച്ചയും പതിച്ച് രാഹത്തായിട്ടിരിക്കുക. ആലോചിച്ചു നോക്ക് നിങ്ങൾ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാൻ ഒരു വേദിയാ. തഴവാ ഉസ്താദിന്റെ വരികൾ എത്ര അർത്ഥവത്താണ്. അള്ളാഹു കൊടുത്ത നിറച്ചു ഉയർത്തട്ടെ. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഉറക്കം വരുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ കാഞ്ഞിട്ട് വരും ഉറങ്ങാൻ വേണ്ടി. വേഗം ഉറങ്ങിക്കോ, നമ്മൾ വേഗം നിർത്താം. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം
പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. ആർക്കെവിടെയും നോക്കാം, കടക്കാം, രസിക്കാം. സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. കല്യാണ വീടുകളിൽ ഫോട്ടോഗ്രാഫർമാർ കയറി ചെല്ലാത്ത സ്ഥലം എവിടെയാണ്? അവരുടേതാകുന്ന ബെഡ്റൂമുകളിൽ പോലും സീൽ പിടുത്തമല്ലയോ, മോശമല്ലയോ? ഹറാമായ തലത്തിലേക്ക് ഈ ഉമ്മത്തി എത്തിപ്പെട്ടില്ലയോ, പെട്ടില്ലയോ? കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് പുതിയ പെണ്ണിനെ ചെക്കനെയും കാണുന്നില്ല. നോക്കുമ്പോ മലയുടെ മേളിൽ കയറിയിരിക്കാൻ ഫോട്ടോ എടുക്കാൻ പോയത്. കുറച്ച് കഴിയുമ്പോ മരത്തിന്റെ മേളിൽ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. പിന്നെ എങ്ങനെയൊക്കെ നിൽക്കണം എന്നുള്ള പോസ് പറഞ്ഞു കൊടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നവരാണ്. അവൻ പെണ്ണിന്റെ തോളത്തൊക്കെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ നിന്നാൽ നല്ല ഫോട്ടോ കിട്ടും, അവന് റാഹത്ത് കിട്ടും. അങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. ഇതെല്ലാം നമ്മുടെ കൗമ് മുമ്പം തീരെ ലക്ഷങ്ങളാണ് അതിന് ചെലവ്. അത് വെറുതെ ഒന്നുമല്ല. 3, 4, 5 ലക്ഷം രൂപയാണ് ഈ കല്യാണത്തിന്റെ ആൽബം റെഡിയാക്കി, ഈ കല്യാണത്തിന്റെ സംഭവം റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് തരുന്നത്. വേണേ സേവ് ദ ഡേറ്റും കൂടെ ചെയ്ത് തരും. വർക്കല ബീച്ചിൽ പോയി ഒരു കൊടക്കൽ വീടിൽ നിന്ന് റാഹത്തായിട്ടൊന്ന് ചുംബനം, റാഹത്തായിട്ട് ഇണക്കുരുവികളെ പോലെ 2 ചുംബനം ചോർക്കുന്നതിന് അതിന് സെപ്പറേറ്റ് കാശ്. ഇതൊക്കെ ഫോട്ടോ എടുത്ത് എല്ലാം ക്ലിയർ ആക്കി തരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതിനൊക്കെ നമ്മുടെ ഉമ്മത്താണ് മുൻപന്തിയിൽ, വേറെ ആരുമില്ല. വേറെ ഏത് സമുദായത്തിന്റെയും കല്യാണം എടുത്ത് പരിശോധിച്ച് നോക്ക്, ഈ ഉമ്മത്തിന്റെ 1/3 ചെലവിലേക്ക് എത്തൂല. അങ്ങനെയാണ്. മറ്റേത് 5 പവൻ കൊടുത്ത ഹൈന്ദവ സഹോദരിമാരൊക്കെ റാഹത്തായിട്ട് ഇറങ്ങിപ്പോ. ഇവിടെ ഇപ്പോഴും 100 പിടിച്ചുകൊണ്ടിരിക്കുക. 100 ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. റാഡോ വാച്ചില്ലെങ്കിൽ കട്ടണ്ടാണ്. അള്ളാഹു നമ്മളെ കാക്കണം. അങ്ങനെ കല്യാണം മുടങ്ങി എത്ര സംഭവം ഉണ്ട്. റാഡോ വാച്ച് കിട്ടാത്തതിന്റെ പേരിൽ കല്യാണം മുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കൗമില. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. എത്ര പിടിവാശിയാണ്, എന്തൊക്കെ ആർഭാടങ്ങളാണ്, ഏതൊക്കെ സൈസ് ഭക്ഷണമാണ്. ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് പാശ്ചാത്യരുടെ ശൈലിയാകുന്ന ബൊഫേ സംസ്കാരം ഈ ഉമ്മത്ത് കൊണ്ടുവന്നില്ലേ? അലിമീങ്ങളെ, ഉലമാക്കളെ, പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് വേണ്ട രീതിയിൽ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു ശൈലി പോലും ഈ ഉമ്മത്തിനില്ല. ബൊഫേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഗുണം? എന്താ ഗുണം? ദോഷമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇസ്ലാമികപരമായ രീതിയല്ല. കാരണം ആളുകൾക്ക് വേണ്ട രീതിക്ക് നല്ല ഭക്ഷണം അവർക്ക് എത്തിച്ച് അവർക്ക് നല്ല റാഹത്തായിട്ട് വയറ് നിറച്ച് വിളമ്പി കൊടുക്കണം. വയറ് നിറയ്ക്കണ്ട എന്നുള്ളത് കഴിക്കുന്നവന്റെ കാര്യമാണ്. അവൻ 3 നില ഒഴിച്ചിടണം. പക്ഷെ സൽക്കരിക്കുന്നവരെന്ത് വേണം? വയറ് നിറക്കാൻ വേണ്ടി മത്സരിക്കുന്നതാണ്. അങ്ങോട്ട് നല്ല വൃത്തിക്ക് കൊടുക്കണം. ബൊഫേ ആവുമ്പോ നേരെ പകുതി കാശ്, പകുതിയും വേണ്ട. അതാ രസം. കാരണം എന്താ? ഒന്ന് മാനേഴ്സ് ഉള്ള ആരും പോയി എടുത്തുപോയി വാങ്ങി ഇങ്ങനെ യാചിച്ച് നിൽക്കാൻ നിൽക്കൂല. അവിടെ പോയിട്ട് ആജിയാർക്ക് നേര് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, വയറ് നിറഞ്ഞായിരുന്നു. ഇത് കണ്ടപ്പോ തന്നെ അതാ പറഞ്ഞതിനർത്ഥം. ഈ കോലത്തിൽ പോയി നിന്ന് കഴിക്കണമെന്ന് കണ്ടപ്പോ വയറ് നിറഞ്ഞു, റാഹത്താ പോവാ, അസ്സലാമു അലൈക്കും. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ വേറൊരു പരിപാടിക്ക് പോയിട്ടാണ്. അതിനുപകരം 3 ദിവസം മുമ്പേ വയറിളക്കി ഇവിടെ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞ് ഇരുന്നതാണ്. ഇവിടെ വന്നപ്പോ ഈ കോലത്തിൽ കണ്ടപ്പോ ഈ കഴിക്കണമെന്നില്ല, പോയാൽ മതി. പല ആളുകളുടെ അവസ്ഥയാണ് ഇത് പറയുന്നത്. തുറന്നു പറയുന്നതിന് എന്നോട് വിരോധം തോന്നുന്നത്. എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവസാനം എന്താ? ഇത് ഒരു വട്ടം പോയി ഒരു പൊറോട്ട എടുത്ത് അല്ലെങ്കിൽ ഒരല്പം പത്തിരിയിട്ട് ഇച്ചിരി നെയ്ച്ചോറ് ഇറച്ചിയിട്ട രണ്ടാമത് മാന്യത കൊള്ളം പോവില്ല. പോയിട്ട് ഇങ്ങനെ നിൽക്കണ്ടേ? പോകുമ്പോ മറ്റവനിങ്ങനെ പീസ് ഇടുമ്പോ ഒരു നോട്ടം ഉണ്ടാവില്ല. ആ നോട്ടം കാണുമ്പോ പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല. ഇതാണ് അവസ്ഥ. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബൊഫേ അധികം ആളുകൾ വെക്കുന്നത്. നിങ്ങളോർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്നാണോ? എല്ലാവർക്കും അറിയാം. വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പിടിപിടിക്കും, നല്ല റാഹത്തായിട്ട് ആചാര്യ എഴുന്നേക്കത്തില്ല. നല്ല മഴയും കൂടെ പെയ്യാണെങ്കിൽ തീർന്ന് 3 പ്ലേറ്റ് ഒറ്റയടിക്ക് പോകും. മഴ സമയത്ത് കല്യാണം വരില്ലേ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. കാരണം അറിയത്തില്ല, നല്ലപോലെ കഴിയും. ഇതല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ ഈ പറഞ്ഞ വിഷയമാണ്. ബൊഫേ ആവുമ്പോ അധികം കൊടുക്കണ്ട, 1-2 വെട്ടമാകുമ്പോ പരിപാടി തീരും. നോക്കൂ നിങ്ങൾ, ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അപഹസിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക.
അതിൽ വിശന്ന് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടും പ്രയാസവും ഈ വ്യക്തി അറിയുന്നില്ലല്ലോ. അവര് കിട്ടേണ്ടത് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമായിട്ട് കോലാഹലമായി കൊണ്ട് നടക്കും, വലിയ പിണക്കമാകും ഈ ഉമ്മത്തിന്റെ അവസ്ഥ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ നന്നാക്കുമാറാവട്ടെ. ലജ്ജയില്ല ആണ് ഒന്നാമത്തെ പ്രശ്നം. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിപ്പോയി. ഇപ്പൊ സ്കൂളിൽ തന്നെ സൂംബ ഡാൻസ് വേണമെന്ന് വാദിക്കുന്നു സർക്കാർ. നല്ല തുള്ളല്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? കുട്ടികൾക്കൊക്കെ നല്ല കായികാഭ്യാസം ഉണ്ടാകണം, കായിക പരിശീലനം കൊടുക്കാണ്, ആരോഗ്യം സംരക്ഷിക്കുകയാണ്. എന്നാൽ കായിക പരിശീലനത്തിന് വേണ്ടി കൃത്യമായി അധ്യാപകരെ നിയമിക്കുന്നുണ്ടോ സ്കൂളുകളിൽ? ഒരു 500 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ വെച്ചെങ്കിലും വേണ്ടേ? ഉണ്ടോ നമ്മുടെ സ്കൂളുകളിൽ? ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും മാത്സ് പഠിപ്പിക്കുന്നതിനും ഫിസിക്സ് പഠിപ്പിക്കുന്നതിനും സയൻസ് പഠിപ്പിക്കുന്നതിനും മലയാളം പഠിപ്പിക്കുന്നതിനും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനും ഒക്കെ കൃത്യമായി 500 വിദ്യാർത്ഥികളുള്ളതാകുന്ന ഒരു കലാലയത്തിൽ ഒരു അധ്യാപകൻ 2 അധ്യാപകനൊക്കെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ 500 പേർക്ക് ഒരാളെ പോലും കൃത്യമായി സജസ്റ്റ് ചെയ്യുന്നില്ല. എന്തിനേറെ 1000 പേർക്ക് പോലും കൃത്യമായിട്ടില്ല. പുതിയ കണക്കുകൾ പറയുന്നത് ഹൈസ്കൂൾ തലത്തിൽ 46% കായികാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുള്ളൂ. പണ്ട് കാലങ്ങളിൽ സ്കൂളുകൾ PTA പീരീഡുകൾ വരുമ്പോ ഒരു കായിക അധ്യാപകൻ വരും. ഇന്ന് കായിക അധ്യാപകരില്ല. ഇന്ന് ഈ സൂംബ ഡാൻസ് പാസ്സാക്കുന്നതിലൂടെ ഉണ്ടാക്കുന്നത് തരികിട പരിപാടിയാണ്. മനസ്സിലാക്കണം. ഈ കായിക അധ്യാപകരെ നിയമിക്കാതെ എത്രയോ ആളുകൾ തെരുവിൽ ഇന്നും നമ്മൾ ഈ പ്രഭാഷണം നടത്തുന്നതാകുന്ന 2025 ജൂലൈ മാസത്തിന്റെ ഈ സമയങ്ങളിലും എത്രയോ സ്ഥലങ്ങളിൽ തെരുവോരങ്ങളിൽ പ്രക്ഷോഭ നടപടികളുമായി ധർണകളുമായി പാവപ്പെട്ടതാകുന്ന അധ്യാപകർ നിലകൊള്ളുന്നുണ്ട്. അവർക്ക് കൃത്യമായി കായികമാകുന്ന അഭ്യാസം കിട്ടുന്നില്ല, അഥവാ അവർക്ക് അതിനു വേണ്ടിയുള്ളതാകുന്ന സ്ഥലങ്ങളിൽ ജോലി ലഭിക്കുന്നില്ല. അവരൊക്കെ പാസ്സായി നിൽക്കുന്നവരാണ്. അപ്പൊ കുട്ടികൾക്ക് കൃത്യമായി കായികമായിട്ടുള്ള അഭ്യാസം കൊടുക്കാനും അതിനുള്ള പരിശീലനത്തിനുമാണ് എന്ന് പറയുന്നവർ, സൂംബ ഡാൻസ് അതിനു വേണ്ടിയാണെന്ന് പറയുന്നവർ കൃത്യമായിട്ട് അധ്യാപകരെ നിയമിക്കണ്ടേ? പ്രീ ഡിഗ്രി എടുത്തു കളഞ്ഞ് പ്ലസ് 2 വന്നത് മുതൽ പിന്നീട് പ്ലസ് 2 തലത്തിൽ ഒരൊറ്റ അധ്യാപകരെ പോലും നിയമിച്ചിട്ടില്ല. മനസ്സിലാക്കണം. 78% പരിപൂർണമായി ഒഴിവ് കിടക്കുകയാണ് UP തലത്തിൽ. UP സ്കൂളുകളിൽ UP തലങ്ങളിലൊക്കെ കായിക അധ്യാപകരുടെ ഒഴിവ് 78% ഒഴിവ് കിടക്കുകയാണ്. ഇത് പുതിയ കണക്കാണ്, ഇപ്പോഴത്തെ കണക്കാണ് ഈ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സൂംബ ഡാൻസ് കൊണ്ടുവന്നത്. മറ്റൊരു അവകാശം ഉന്നയിക്കുന്നത് ലഹരി മുക്ത ജീവിതം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂംബ ഡാൻസ്. നിങ്ങൾ AI-യോട്, ഇപ്പൊ എല്ലാവരും എല്ലാം ചോദിക്കുന്നത് AI-യോടാണ്, ഗൂഗിൾ മാമനോട്, ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഈ ഡാൻസ് കൊണ്ട് അവർക്ക് ലഹരിയുടെ ഉപയോഗം കുറയുമോ? ചോദിച്ചു നോക്ക് നിങ്ങൾ. എല്ലാവരും ഒന്നടങ്കം പറയും, ശാസ്ത്രം തന്നെ പറയുന്ന കാര്യമാണ്, ഡാൻസിലൂടെ എത്തിപ്പെടുന്നത് അവസാനം ലഹരിയിലേക്കാണ്. കാരണം ഈ സാധനം അടിച്ചു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അനങ്ങാതിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെന്താ, ചില പൊട്ടന്മാരാക്കാന്ന് പറയും. അതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത്. പൊട്ടന്മാരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ഒന്നിനും പ്രതികരിക്കാത്ത, എന്ത് നിയമങ്ങൾ വന്നാലും പാസാക്കിക്കോ എന്ന് പറയുന്ന നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊക്കെ നടക്കും. ഈ വിഷയത്തിൽ ആലിമീങ്ങൾ, ഉലമാക്കൾ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോ ആ പണ്ഡിതന്മാരുടെ വാക്കുകളെ തൃണവൽക്കരിക്കുന്നതായ സമൂഹമായി മുസ്ലിം സമുദായത്തിലേതാകുന്ന നേതൃത്വങ്ങൾ പോലും വന്നില്ലേ? മുസ്ലിം സമുദായത്തിലേതാകുന്ന രക്ഷിതാക്കൾ പോലും ഉലമാക്കൾക്ക് എന്ത് പറ്റി, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടുന്നത്? കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി 10 മിനിറ്റ് ഒന്ന് തുള്ളുന്നുകൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് ആരാണ്? ബാല്യത്തിലെ സമുന്നതരാകുന്ന ഉമറാക്കളാണ് എന്നുള്ള വസ്തുത പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയാതെ പോകരുത്. യഥാർത്ഥത്തിൽ സമുന്നതരാകുന്ന ആലിമീങ്ങൾ അവർ കൃത്യമായി പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശം ഈ ഉമ്മത്തിന് പറഞ്ഞു തരുന്നുണ്ട്. ആ ആദർശത്തിൽ വെള്ളം ചേർക്കുന്നവരായി ഈ സമുദായം മാറരുത്. നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണം. നിങ്ങളിൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ നിങ്ങളുടെ മക്കൾ നല്ല ഡാൻസ് കളിച്ചുകൊണ്ട് 10 പേര് കൂടുന്നിടത്ത് അർദ്ധനഗ്നിയായിട്ട് നല്ല തുള്ളിക്കൊണ്ട് നിലകൊണ്ടാൽ ഇനി നഗ്നിയൊന്നും ആകണ്ട, അല്ലാതെ സ്കൂൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ സിനിമാ പാട്ടിട്ട് തുള്ളിക്കൊണ്ടിരുന്നാൽ അവൾ സ്വാലിഹായി തീരുമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ആർക്കെങ്കിലും അവകാശമുണ്ടോ? ആരെങ്കിലും അവകാശം പറയുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് ചോദിക്കും, ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഉറക്കം പറയും. ഇല്ല.
പിന്നെ ഈ സിനിമാ പാട്ടിട്ട് തുള്ളിക്കഴിഞ്ഞപ്പോ വീട്ടില് നല്ല സ്വാലിഹായ മനുഷ്യൻ പാപ്പ വരുമ്പോ വീട്ടിൽ നിന്നിട്ട് DJ പാട്ടിട്ടുണ്ട് മക്കളും കെട്ടിയോളും എല്ലാം തുള്ള പാപ്പ വരുമ്പോ പാപ്പാടെ കൈക്കോട്ടെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടും. സ്വാലിഹായ മനുഷ്യനാണ് അയാളെ തുള്ളലിൽ നിൽക്കൂല. അല്ലാത്തവനാ തുള്ളൽ ഇഷ്ടമാണ്. ആധുനിക തലമുറയാണത്, ഭൗതിക തലമുറയാണത്. ഇത് പൈശാചികതയുടെ ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ച വിഭാഗമാണ് അൽ മആസിഫ. ഇത്തരത്തിലുള്ളതാകുന്ന പാട്ടുകൾ ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്ത് ട്യൂൺ ചെയ്യുന്ന പരിപാടി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് എതിര് നിന്നതാണ്. ഇതെന്ന് സ്കൂളുകളിൽ വന്നു. ആലോചിച്ചു നോക്ക് നിങ്ങൾ, എവിടെ എത്തി നമ്മുടെ സമൂഹം. ഇപ്പൊ പുതിയ പരിപാടി തുടങ്ങിയല്ലോ. എന്താ? സ്കൂളിന്റെ സമയമാറ്റം. രാവിലെ 15 മിനിറ്റ് എടുത്ത് വൈകിട്ടും 15 മിനിറ്റ്. എന്താ കാര്യം? രാവിലെ മദ്രസ പഠിപ്പിക്കണ്ട, വൈകിട്ടും മദ്രസ പഠിപ്പിക്കണ്ട. അതാണ് അതിന്റെ അവസ്ഥ. അതുകൊണ്ടാണല്ലോ ഉലമാക്കൾ ചർച്ച ചെയ്ത് സമുന്നതരായ സമസ്തയുടെ ആലിമീങ്ങളടക്കം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ വൈകുന്നേര സമയം ക്രമീകരിച്ചു 1/2 മണിക്കൂർ. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ വസിക്കുന്നത്. എല്ലാവരെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് പോകണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കരുത്. ഞങ്ങളുടെ അവകാശങ്ങളും ആദർശങ്ങളും കൃത്യമായി പഠിപ്പിക്കുന്നതായ സിലബസിന്റെ കരിക്കുലം കൃത്യമായി കൊണ്ടു നടക്കുന്നവരാണ്. മക്കൾക്ക് കൃത്യമായി ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നവരാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും കൊടുക്കുന്നവരാണ്. ഈ 2 നേരമുള്ള വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് സമയത്ത് ഒന്ന് ക്രമീകരിച്ചു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ചില കടുംപിടുത്തം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില അപക്വമായ സംസാരങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ട വിശ്വാസികൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ അവരുടെ അധികാരത്തെ നഷ്ടപ്പെടുത്താനേ ഹേതുവാകൂ എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുള്ളൂ. ഒരിക്കലും മുസ്ലിം സമുദായത്തോട് കാണിക്കരുത്. കാരണം ഈ സമുദായം എന്നും അവരുടെ കാര്യങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന വിഷയത്തിൽ ഇത്തരക്കാരോട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് ഈ ഉമ്മത്ത്. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ ചൊടിപ്പിക്കുന്ന വർത്തമാനങ്ങളും ശൈലികളും ആർക്കും നല്ലതല്ല, ഭൂഷണമല്ല എന്ന് ഇത്തരണത്തിൽ ഉറപ്പെടുത്തുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. സഹോദരങ്ങളെ, മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിക്കണം. സമൂഹത്തോടും സമുദായത്തോടും ഇതര സമുദായങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ വലിയ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. ഭാര്യ ഭർത്താവിനോട് കടമയുണ്ട്, ഭർത്താവിന് ഭാര്യയോട് കടമയുണ്ട്, മക്കളോട് മാതാപിതാക്കൾക്ക് കടമയുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ട്. എന്നല്ല, ഈ നാട്ടിലുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളെ പ്രത്യേകമായി അവരോടൊക്കെ കരുണയോടുകൂടി വർത്തിക്കണം. ഒരാളെയും വെറുക്കരുത്, വിദ്വേഷത്തിന്റെ വർത്തമാനം പറയരുത്, നാവ് കൊണ്ട് അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. കൊച്ചുകുട്ടികളോട് വരെ കരുണ കാണിക്കണം. എല്ലാ നന്മകളും ഈ ഉമ്മത്തിൽ ഉണ്ടായി ചേർന്നത് പരിശുദ്ധമായ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ്. എന്നാൽ രാവിലെ മുതൽ ബാഗ് തൂക്കിക്കൊണ്ട് ടിഫിൻ ബോക്സ് നിറച്ച് ഭക്ഷണവുമായിട്ട് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ കലാലയത്തിൽ അടയിരുന്നു കൊണ്ട് ഇപ്പോൾ 1/2 മണിക്കൂർ കൂട്ടിയിട്ടും എന്താണ് അവർ പഠിച്ചുകൊണ്ട് വരുന്നത് എന്ന് നിങ്ങൾ പറയണം. ലഹരിമുക്ത ജീവിതം നയിക്കാൻ ഉപയുക്തമായ ഈ സുബ്ബ ഡാൻസും ഒക്കെ കളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന മക്കളുടെ കാതിൽ എപ്പോഴും സദാസമയം നിലകൊള്ളുന്നത് ഇയർഫോണാണ്. അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ പാട്ടുകളാണ്. രാത്രി ഉറങ്ങുന്ന സമയത്തും കേൾക്കുന്നത് സിനിമാ പാട്ട്. പകൽ സമയങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്തും സമരമുറകളുമായിട്ട് ഇന്ന് KSUവിന്റെ പ്രവർത്തകർ പോയി. ഇന്ന് അവധിയുള്ള ദിവസമായിട്ട് എത്ര വിദ്യാർത്ഥികൾ വീട്ടിൽ വന്നിരുന്നിട്ട് ഒരു ജുസു ഖുർആൻ ഓതി. എത്ര പേർ ഇന്നത്തെ നമസ്കാരങ്ങൾ മുഹറം അസറും ജുമായും ഒക്കെ പുരുഷന്മാരടക്കം കൃത്യമായി ശ്രദ്ധ വെച്ചു. അവധി ദിവസങ്ങളിൽ പോലും അശ്ലീലതകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന സമൂഹമായി മുസ്ലിം സമുദായത്തിലെ മക്കൾ അധപ്പതിച്ചു. നമുക്കിടയിൽ നന്മയില്ല, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പോയി. ഇനി ഇതിനൊന്നും പറ്റില്ലേ? കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ഉപയുക്തമാക്കാം. നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ള ആളുകളെ ഒന്ന് കാണാൻ അവധി ദിവസം വിനിയോഗിക്കാം. പോയോ? ഇല്ല. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ഒരു സലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഒന്ന് സലാം പറഞ്ഞിട്ട് ബന്ധങ്ങളെ പുതുക്കാം. ചെയ്തോ? നിങ്ങൾ ചെയ്തിട്ടില്ല. ഒരു പ്രായമുള്ള ഉമ്മ റോഡ് കുറുകെ കിടക്കാൻ അവലവഞ്ചേരി അങ്ങാടിയിലോ പരിസരത്തോ അല്ലെങ്കിൽ ആറ്റിങ്ങലോ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നിങ്ങൾ കമ്പോളത്തിൽ പോയ സമയത്ത് ആ പ്രിയപ്പെട്ട
പെട്ടതാകുന്ന ഉമ്മയെ കാണുമ്പോ ആ ഉമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ പ്രയാസപ്പെടുന്ന റോഡ് മുറുകെ കിടക്കാൻ പ്രയാസപ്പെടുന്നതാകുന്ന ഉമ്മയുടെ കൈക്ക് പിടിച്ച് റോഡിന് മുറുകെ കിടത്താൻ ഇന്നത്തേതാകുന്ന തലമുറയ്ക്ക് സാധിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? ഇതിനൊന്നും സമയമില്ല. അതാ ഞാൻ പറഞ്ഞത്, അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി ആഖിറു സമാനിന്റെ മക്കളായി നമ്മുടെ മക്കള് നമ്മളെ മാറുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഓട്ടോമാറ്റിക്കായി പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ സ്കൂൾ മാറ്റത്തിന്റെ ഈ വിഷയം വന്നിട്ട് ഇന്ന് ആരെങ്കിലും നമ്മളൊക്കെ സ്വന്തമായിട്ട് ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചോ? എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഒരു സ്റ്റാറ്റസ് പോലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് സർക്കാർ അങ്ങനെ ചെയ്യരുത്, കാരണം കുട്ടികൾക്കുള്ള ആത്മീയ വിദ്യാഭ്യാസമാണ് എന്ന് പറയാൻ ഈ ഉമ്മത്തിൽ ആരും മെനക്കെടുന്നില്ല. കാരണം എന്താ? ഇതൊന്നും വലിയ കാര്യമില്ല, മദ്രസ. എടാ, നീ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശൗച്യം ചെയ്യേണ്ടത് ഏത് വിരലാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ചെറിയ കാര്യമല്ല. അതുവരെ പഠിപ്പിച്ചു എന്നർത്ഥം. നിന്നിലുള്ള എല്ലാ നന്മകളും പഠിപ്പിക്കപ്പെട്ടത് മദ്രസയിൽ നിന്നാണ്. ആ മദ്രസ വിദ്യാഭ്യാസത്തെ അരികുവൽക്കരിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ വരും തലമുറ നാശത്തിലേക്ക് എത്തും. ഏറ്റവും സിസ്റ്റമായിട്ട് മദ്രസ പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. വേറെ ഒരു സംസ്ഥാനത്ത് ഇത്രയില്ല. വളരെ സിസ്റ്റമായി വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് താറുമാറാക്കരുത്. ഞാൻ ചോദിച്ച പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ മക്കള് ബാഗ് തൂക്കി സ്കൂളിലേക്ക് പോയിട്ട് അവര് എന്ത് നേടി ആത്മീയപരമായി എന്നാണ് എന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഉള്ളതുകൂടി നഷ്ടപ്പെടുക. ഓഹറും പോയി, അസറും പോയി, നിസ്കാരം തന്നെ ഇല്ല. അത് കളാ വീട്ടുന്നില്ല. അതാ വിട്ടുന്ന എത്ര മക്കളുണ്ട്? വളരെ ചുരുക്കമാണ്. പിന്നെ മഗ്‌രിബിന് പള്ളി പോകുമ്പോൾ നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ച്, ഇശായിന് പള്ളി പോയാ പോയി, തറാവീഹിന് പള്ളി പോയെന്ന് വരുത്തി നിർത്തിയിട്ട് തൊട്ടപ്പുറത്തെ കടയിലിരുന്നിട്ട് സ്വറ പറഞ്ഞ് രാത്രിയിൽ തിരിച്ചു വന്ന് ഏതെങ്കിലും മറിച്ചിട്ട് പോസ്റ്ററിന്റെ മുകളിൽ കയറിയിരുന്ന് കഥ പറഞ്ഞ് കൂട്ടുകാരും ഒന്നിച്ച് ബൈക്കിലെത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീമാപ്പള്ളിക്കും കടുവാപ്പള്ളിക്കും പോയി സിയാറത്തെന്ന് പേരും പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ മക്കള് രാത്രിയുടെ ഇബാദത്ത് കൊണ്ട് റമദാന്റെ രാവ് പോലും ദിവസത്താക്കുന്നില്ല. ഇവര് നേടിയെടുത്ത ആത്മീയത മനസ്സിലാക്കുന്നില്ല. ആറ്റിങ്ങൽ നിന്നല്ലേ കഴിഞ്ഞ ദിവസം പിടിച്ചത്? ഒരാഴ്ച മുമ്പ് MDMA എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി കല്ലമ്പല സ്വദേശികളാകുന്ന രണ്ടുപേരുടെ കൈവശത്തുനിന്ന് പിടിക്കപ്പെട്ടു. എത്രയാ പിടിച്ചത്? 1.5 കിലോയാണ് പിടിച്ചത്. 1.5 കിലോ അതൊന്നും വലിയ സംഭവമൊന്നും. എടാ, 1.5 കിലോ എന്ന് പറഞ്ഞാൽ 5 കോടിയാണ് അതിന്റെ മൂല്യം. ആണ് മനസ്സിലാക്കേണ്ടത്. വലിയ സമ്പത്താണ് പിടിച്ചപ്പെട്ടത്. സാധാരണ പിടിക്കാൻ 100 ഗ്രാം, 50 ഗ്രാം, 150 ഗ്രാം, 250 ഗ്രാം എന്നാണ്. കിലോ ഒക്കെയാണ് വലിയ കൂടിയ പിടുത്തം. ഇത് 1.5 കിലോ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, 5 കോടിയുടെ മൂല്യം. ഇതാർക്കാണ് നിങ്ങൾ ചെലവഴിക്കാൻ പോയത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ അവര് പറഞ്ഞ മറുപടി, പരിസരത്തുള്ളതാകുന്ന സ്കൂളിന്റെ പരിസരങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ട് ഞങ്ങൾ അതിലൂടെ പൈസ ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് 8ാം ക്ലാസ്സിലും 9ും 10ും +1നും +2നും ഒക്കെ പഠിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും പരിസരത്തുള്ളതുമാകുന്ന പ്രിയപ്പെട്ട മക്കളുടെ കൈവശം കൊടുത്ത് അവർക്ക് ഇൻജക്ഷൻ ചെയ്യാനാണ് ഈ മാരകമാകുന്ന MDMA ഞങ്ങൾ കച്ചവടം ചെയ്തത് എന്ന് അവർ വിളിച്ചു പറയുമ്പോ നമ്മുടെ മക്കളൊക്കെ എത്ര വലിയ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അറിയണം, സഹോദരിമാരറിയണം. ചെറിയ വിഷയമല്ല, അറിയണം. ഇത് ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. മലപ്പുറം ജില്ലയിലെ സ്കൂളിൽ നിന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബാക്ക് ബെഞ്ചിൽ നിന്നിട്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ അധ്യാപകർക്ക് സംശയമുണ്ടായിട്ട് അവരെ കൊണ്ടുപോയി പരിപൂർണമായി ഒന്ന് നോക്കുമ്പോ കാലിൽ ധരിച്ചിരിക്കുന്ന ഷോക്സ് ഊരി മാറ്റി നോക്കുമ്പോ കാലിനടിയിൽ അവർ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറിച്ചിട്ട് അതിലൂടെ രക്തത്തുള്ളികൾ, ധമനികൾ ഇങ്ങനെ പുറത്തേക്ക്, രക്തം ഇങ്ങനെ പുറത്തേക്ക് പൊടിഞ്ഞു വീഴുമ്പോ അതിലേക്ക് പുകയില ചേർത്ത് വെച്ചിട്ട് ഷോക്സ് ഇട്ടിട്ട് ഷൂ ഇട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. കാരണം എന്താ? ഈ പുകയിലൂടെ ആ രക്തം വരുന്നതാകുന്ന ഭാഗത്തിലൂടെ അതിന്റെ രസാനുഭൂതി നേരെ തലച്ചോറിലേക്ക് എത്തും. കാലും തലച്ചോറുമായി വലിയ കണക്ഷനാണ്, തലയുമായി വലിയ ബന്ധമാണ്. ഇതാരാ ചെയ്തത്? 14 വയസ്സുള്ള മലപ്പുറം ജില്ലയിലെ മുസ്ലിം വിദ്യാർത്ഥിനികളാണെന്ന് പറയും. എവിടെയാണ് നമ്മുടെ സഹോദരിമാരെ തീർക്കുന്നത്? അവർക്ക് എങ്ങനെ തോന്നി? കൈ എങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ടൊന്ന് മുറിഞ്ഞാൽ വലിയ വിഷമം പറയുന്നതാകുന്ന പെൺകുട്ടികൾ കാലിന്റെ താഴ്ഭാഗം മുഴുവൻ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് മുറിവുണ്ടാക്കിയിട്ട് അതിലേക്ക് പുകയില ചേർത്ത് വെച്ചിട്ട് വന്നിരിക്കുന്നു. സത്യത്തിൽ പറയാൻ പേടിയാണിത്. പറഞ്ഞ നാളെ പോലെ നമ്മുടെ മക്കൾ അത് കൊള്ളാലോ ഉസ്താദ്, പുതിയൊരു ഐഡിയ, മാഷാ അല്ലാഹ്, ഉസ്താദിന് പ്രത്യേകം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇയാളെ ഇനിയും വിളിക്കണം. കാരണം എന്താ? ഇങ്ങനെയുള്ള പുതിയ അറിവുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇത്ര നാൾ അവിടെ വെക്കാൻ പറ്റി. ഇതിപ്പോ തലയിലോട്ട് കണക്ഷൻ കാലിനുണ്ടെന്നും കാലിനടി പുകയില വെച്ചാൽ കൊള്ളാൻ നോക്കുക. റാഹത്തായിട്ട് ഉസ്താദ് പറഞ്ഞു തന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ ഉമ്മത്ത്.
ബാക്കി പറഞ്ഞ ആയത്തോ ഹദീസോ ഒന്നും വേണ്ടല്ലോ. അപ്പൊ ഇതായിരിക്കും ചോദിച്ച് മനസ്സിലാക്കുക, ഇതവിടെ കിട്ടുമെന്ന് ചോദിക്കും, ഇതെങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് ചോദിക്കും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാടില്ല എന്ന് പഠിപ്പിച്ചതാകുന്ന സർവ്വകാര്യങ്ങളും പരിപൂർണമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുകയാണ്. നബി തങ്ങൾ എന്തൊക്കെ പാടില്ല എന്ന് പഠിപ്പിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ശരിക്കും പേടിക്കണം. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളൂ. എല്ലാവരും എത്തിയില്ലേ? നിങ്ങൾ വരാൻ കാത്തിരുന്ന അതുകൊണ്ടാണ് കുറച്ചു നേരം വച്ചിട്ട് നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ പിരിക്കാന്ന് എല്ലാവരും എത്തി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സ്വതക്ക, ഒരു 500 അങ്ങനെ 2-3 500 കിട്ടാൻ മതി. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്ന് ഫസ്റ്റ് ദിവസമാണ്, ഇന്നത്തെ ദിവസം പോലെ ഇരിക്കും. അസ്ഹർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ലജ്ജ നമ്മൾ എടുത്തു പോയി. കൊലപാതകങ്ങൾ അധികരിച്ചു. ലജ്ജയെ കുറിച്ച് ഒരുപാട് പറയാണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിലകൊള്ളുകയാണ്. കുന്തു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഇൻദഹു മൈമൂനതു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിലകൊള്ളുകയാണ്. നബിയുടെ ചാരത്ത് അഥവാ ഞങ്ങളുടെ അടുക്കൽ മൈമൂന ബീവിയുമുണ്ട്. നബിയുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹ മഹദി അവറുകൾ പറയുന്നു, ഞാനും നബിയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന ബീവിയും ഞങ്ങൾ രണ്ടുപേരും നബിയുടെ ചാരത്തിരിക്കുമ്പോ ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുകയാണ്. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഭാര്യമാരോട് പറയുകയാണ്, യഹ്തജിബാ മിൻഹു. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും ആ വരുന്നതാകുന്ന അന്ധനായ ഇബ്നു ഉമ്മി മക്തൂമിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഖുൽനാ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, അലൈസ ഹുവ അമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്തിനാണ് മറപിടിക്കേണ്ടത്? ഞങ്ങൾ എന്തിനാണ് അകത്തേക്ക് പോകേണ്ടത്? ആ കടന്നു വരുന്ന സഹാബിവര്യൻ അന്ധനല്ലേ, കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലേ, അദ്ദേഹം ഒരു സഹാബിയല്ലേ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ. ഞങ്ങൾ ഈ സദസ്സിലിരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഹബീബേ? അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കളെ, സ്വന്തം ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് ചോദിക്കുകയാണ്, അഫഅമ്യാവാനി അൻതുമാ, അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെ കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ട്. അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലേ? അത് പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിവര്യനാണ് വരുന്നത്. അദ്ദേഹം നിങ്ങളെ കാണില്ല, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് കാണുന്നില്ലേ? അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ അന്ധനായ സഹാബിവര്യൽ നിന്ന് അകത്തേക്ക് മറഞ്ഞു നിൽക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പറയാൻ ചങ്കൂറ്റമുണ്ടോ രക്ഷിതാക്കളെ? ഇന്ന് യജമാനന്റെ മുന്നിലേക്ക് തൊഴിലാളിയുടെ ഭാര്യ വന്നുകൊണ്ട് കുലുങ്ങി വന്നുകൊണ്ട്
അവന്റെ മുന്നിൽ വന്നുകൊണ്ട് ചായ സൽക്കാരം നടത്തുന്നില്ലേ? യജമാനന്റെ ഭാര്യ വന്നുകൊണ്ട് തൊഴിലാളിയുടെ ചാരത്ത് വന്നുകൊണ്ട് കൊഞ്ചു കൊഴിയുന്ന ലോകത്തേക്ക് ഈ ഉമ്മത്ത് എത്തിപ്പെട്ടില്ലേ? ലജ്ജ പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയാം. മോമിനിന്റെ ശൈലിയല്ല, മോമിനത്തിന്റെ രീതിയുമല്ല. മറന്നു നിൽക്കണം. സ്വഹാബിയാണ്, അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ആ സ്വഹാബിയോട് ഇവരും തെറ്റ് ചെയ്യില്ല, നബിയുടെ ഭാര്യമാരാണ്. പക്ഷെ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു മറന്നു നിൽക്കണം. ഭാര്യവറുകൾ പറയുന്നു ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവം. മറപാലിക്കണം അന്യരെ തൊട്ട് എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെയാണ് അവർ ജീവിച്ചത്. ആണ് വേണ്ട. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൻസാരി സ്ത്രീകൾ എത്ര മഹോന്നതരാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ അന്യരെ തൊട്ട് മറപാലിക്കണമെന്നുള്ള ആയത്ത് വന്നപ്പോ ശഖഖനാ ഖിമറഹാ, അവരുടെ കരിമ്പടം പരിപൂർണമായി വലിച്ചു കീറുകയാണ്. അവരുടെ കരിമ്പടത്തിന്റെ പിഴപ്പ് വലിച്ചു കീറുകയാണ്. എന്നിട്ട് അന്യരെ തൊട്ട് ശരീരം മറച്ചുകൊണ്ട് നടക്കുകയാണ്. അവരുടെ മുഖകമലം പോലും അന്യരെ തൊട്ട് അവർ മറച്ച് നടന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ബഹുമാനപ്പെട്ട മഹദിവറുകൾ അതുകൊണ്ട് തന്നെ ദുആ ചെയ്തു കൊടുക്കുകയാണ്, അൻസാരി സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. കാരണം എന്താ? മറപാലിക്കണമെന്ന് പറഞ്ഞപ്പോ കരിമ്പുടം കീറിയിട്ട് വേഗം തന്നെ വീടിന്റെ അകത്തേക്ക് പോയിട്ട് കരിമ്പുടം പോകുന്നതുകൊണ്ട് വേഗം ശരീരം മുഴുവൻ മറക്കുക. നമ്മളോ റാഹത്തായിട്ട് തുറന്നിടാൻ തുടങ്ങിയിട്ടുള്ളൂ, ശരിയായി കാണാൻ പോകുന്നുള്ളൂ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയൊക്കെ മറച്ചു വെക്കണോ എന്ന് ഖുർആൻ പറഞ്ഞത് ഒക്കെ തുറന്നിട്ട്. അതാണ് ഇന്നത്തെ ഫാഷൻ. ചെറുപ്പക്കാരെ കണ്ടില്ല, മുട്ടുപൊക്കലിനിടയിൽ മറക്കണമെന്നാ പറഞ്ഞത്. നോക്കുമ്പോ വെട്ടും കുത്തും റാത്തി ഫുള്ള് മൊത്തം കീറിയ സാധനം ഇട്ടുകൊണ്ട് പള്ളി വന്നിരിക്കുക. കഴിക്കുമ്പോൾ ഒരു ദുബറെല്ലാം വെളിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പുറകെ നിൽക്കുന്ന ഈമാൻ തെറ്റി എല്ലാം കാണാം, വെട്ടും കുത്തും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് നമ്മുടെ ഉമ്മത്ത് പോയി നിൽക്കുന്നത്? എങ്ങനെ പറയാതിരിക്കും സഹോദരൻ? നിസ്കാരം ശരിയാണ്. എടാ മുട്ടുപൊക്കലുടെ ഔറത്താണെന്ന് പച്ച മലയാളത്തിൽ പഠിച്ചതാ നീ. മദ്രസയിൽ നിന്ന് പഠിച്ചത് ഏത് വെളിവില്ലാത്തതിന് വെളിവുള്ള വിഷയം. എന്നിട്ട് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പാൻറ്റും ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. എങ്ങനെയെന്ന് ആലോചിച്ചു. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ ഇനി നന്നാക്കുക? ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലാണ് ഇനി ശരിയാവുക? എവിടെയൊക്കെ നമ്മുടെ ഉമ്മത്ത് പോയി? ലജ്ജ പോയി, അതാ വിഷയം. ഇതൊന്നൊരു പ്രശ്നമല്ലാതായി മാറി. ഔറത്ത് വെളിവാക്കിക്കൊണ്ട് നടക്കാണ്. എവിടേക്കാണ് നമ്മുടെ ഉമ്മമാര് പോകുന്നത്? എവിടേക്കാണ് നമ്മുടെ സഹോദരിമാര് പോകുന്നത്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈത്തല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന മുത്തുനബി അടക്കം ചെയ്തിരിക്കുന്നതായ, എന്റെ വാപ്പയടക്കം ചെയ്തിരിക്കുന്നതായ എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ട്. ചിലപ്പോൾ ഞാൻ എന്റെ കണങ്കാല് വെളിവാക്കിക്കൊണ്ടാണ് ചെല്ലാറുള്ളത്. ചിലപ്പോൾ എന്നെ തലമുടി വെളിവാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലാറുള്ളത്. എന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ തന്നെ പറയാം, ഇന്നമാ ഹുവ സൗജി വ അബീ. ഈ കടക്കുന്നത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാറിയൊളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെന്റെ ഭർത്താവാണ്. രണ്ടാമത്തേതോ ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട സന്തതസാരായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. അതെന്റെ വാപ്പയാണ്. എന്റെ വാപ്പയുടെയും ഭർത്താവിന്റെയും മുന്നിൽ തലമുടി കാണിക്കുന്നത് എനിക്ക് തെറ്റില്ലല്ലോ.
അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലല്ലേ ആരെ അടക്കിയിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും. അത് വാപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആയിഷ ബീവി. അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോ ചിലപ്പോൾ ഞാൻ തലമറച്ചിട്ടുണ്ടാവൂല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അവര് പറയാണ്, കാരണം സ്വന്തം വീടാണ്, ഒന്ന് ഭർത്താവാണ്, ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണിന് ശരീരം മുഴുവൻ കാണിക്കൽ അനുവദനീയമാണ്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കൽ അനുവദനീയമാണ്. വാപ്പയാണ് രണ്ടാമത്തത്, വാപ്പയുടെ മുന്നിൽ ഉറപ്പായിട്ടും തല കാണിക്കാം, യാതൊരു പ്രശ്നമല്ല. അപ്പൊ തലമുടി പലപ്പോഴും കാണും, ചിലപ്പോൾ കണങ്കാലിന്റെ ഭാഗം വെളിവാകും. അങ്ങനെയൊക്കെ ഞാൻ അതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. പക്ഷേ ഒരു പറയാണ്, ഒരു സംഭവം ഉണ്ടായി. മൂന്നാമതൊരാൾ അവിടേക്ക് പ്രവേശിച്ചു. ആരാണത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, എന്റെ പേരെന്താ? ഫഹദ് രാജാവ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നല്ല പേരാണ്, അല്ലാഹു കബൂലാക്കട്ടെ. കഅബാലയം അവസാനമായി പുതുക്കി പണിതത് അവസാനത്തെ വ്യക്തി ആരാ? ഫഹദ് രാജാവ്. മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തട്ടെ. മനസ്സിലായില്ലേ? ആ കൂലി എല്ലാവർക്കും അല്ലാഹു നസീബാക്കട്ടെ. നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ, നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ അടുത്ത് അവിടെ അടക്കം ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? മാധ്യമങ്ങൾ പറയുന്നത് കേട്ടോ, ഹദീസാണ് കേട്ടോ, ഹദീസ്. ഫലമ്മാ തുഫിന ഉമർ, മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅലുഅത്ത് എന്ന മജൂസിയുടെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ 3 ദിവസം വീടിന്റെ അകത്തലങ്ങളിൽ കഴിയുമ്പോ മദീനയെ വെച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് ആളെ വിടുകയാണ്, ദൂതനെ വിടുകയാണ്. ആയിഷ, 2 അവസ്ഥ എന്റെ മുന്നിലുണ്ട്, നീ അനുവദിച്ചാൽ എനിക്ക് എന്റെ പ്രവാചകന്റെ ചൂരത്തൊന്ന് ചാരത്തൊന്നടങ്ങാം. നീ അനുവദിച്ചിട്ടില്ല എങ്കിൽ ആയിഷ, നിനക്ക് വേണ്ടി നീ സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റിവെച്ചതാകുന്ന ആ പുണ്യഭൂമി പാവപ്പെട്ട ഉമറിന് നൽകിയിട്ടില്ല എങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി അടക്കാം ആയിഷ. ഈ 2 അവസ്ഥയും പറഞ്ഞുകൊണ്ട് ദൂതൻ സമീപിക്കുമ്പോ ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് ഈമാനിന്റെ കറകൾ എന്ന വ്യക്തിയാണ് എന്ന പ്രവാചകർ ജീവിച്ചിരുന്നപ്പോ അടയാളപ്പെടുത്തിയതായ മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്രായേലിൽ കൗസറിന്റെ ഉറപ്പിച്ചതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് എന്റെ അടുക്കൽ ചോദിച്ചപ്പോ ഞാൻ അനുവാദം കൊടുത്തുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാകുന്ന സ്ഥലമാണ് പുന്നാര ഹബീബിന്റെ ചാരത്തടങ്ങുക എന്നുള്ളത് എന്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു സിറ്റുവേഷനിൽ ആളെ വിട്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആ സ്ഥലം വഴിമാറി കൊടുക്കുമെന്ന് മഹരിയാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. മഹാനാകുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയ ജനാസ നമസ്കാരം നടക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് നമസ്കാരത്തിന് ലക്ഷക്കണക്കിന് സഹാബത്ത് വന്നുകൊണ്ട് തിരുനറിയുകയാണ്. മദീനയിലൂടെ ജനങ്ങൾ വന്നുകൊണ്ട് വിടുകയാണ്. ആളുകൾ വന്നുകൊണ്ട് മയ്യിത്ത് നമസ്കാരം നിർവഹിച്ചു. ആ ഖബർ കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ചാരത്ത് കൊണ്ടുവന്ന് മയ്യിത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുകയാണ്. മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക ശക്തിത്തിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ സൂര്യന്റെ പ്രഭ വരുമ്പോ വൃക്ഷങ്ങളിലെ കളകൂചനങ്ങൾ മുഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിയായ അല്ലാഹ് ആർത്തിരമ്പു വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊണിയെത്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ ശ്രദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട ആയിഷ പറയട്ടെ,
എന്റെ ശരീരത്തിന്റെ ഒരു രോമം പോലും പുറത്ത് കാണാത്ത വിധത്തിലാണ് പിന്നീട് ഞാൻ ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള എന്റെ ലജ്ജയാണ് എന്റെ കാരണമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് ഏർവാടിയിലേക്ക് ആനന്ദോടക്കം ചെയ്തിരിക്കുന്ന ഉദാഹരണ തങ്ങളുടെ ചാരത്തേക്ക് കടുവാമക്കാമിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, ശരീരത്തിന്റെ നഗ്നത മറക്കാതെയാണ് ഔലിയാക്കളുടെ ചാരത്തേക്ക് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പൊരുത്തമല്ല കേട്ടോ, നിങ്ങൾക്ക് ലഭിക്കുമേ. ഇത് പഠിപ്പിച്ചത് ഞാനല്ല, സിയാറത്തിന്റെ സർവ്വ ആദാബുകളും പഠിപ്പിച്ചത് ബീവി ആയിഷ. എന്റെ ഭർത്താവാകുന്ന മുത്തുനബിയും എന്റെ വാപ്പയാകുന്ന അബൂബക്കർ തങ്ങളെ അടക്കം ചെയ്തിരിക്കുന്ന എന്റെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ചിലപ്പോൾ കാലം മറക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ മഹതിയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടക്കം ചെയ്തതിന് ശേഷം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോഴൊക്കെ ശരീരം മുഴുവനും മറച്ചിട്ടാണ് പോകാറുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള എന്റെ ലജ്ജയാണ് അതിന്റെ കാരണമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇന്ന് നമുക്ക് ആ ലജ്ജയാണ് നഷ്ടപ്പെട്ടത്. അതെന്റെ വിഷയം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നാ ലജ്ജ പോയി എല്ലാവരും അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് അവസ്ഥ. ആണ് ആയിപ്പോയി. എല്ലാവർക്കും അങ്ങനെ ആയിപ്പോയി. എല്ലാവരും അങ്ങനെ അല്ലേന്ന് നിക്കാഹ് നടക്കുമ്പോ പള്ളിയിലെ മുസ്ലിയാർ വരുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ അവല് സോഫില് ഓഡിറ്റോറിയത്തിൽ വേണമെന്നാ പറയും. ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറ് താത്താന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറി ഓടിക്കും. നീ ഏതാ ചോദിക്കുന്നത്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അതിലൊരു മാറും കട്ടിക്കടിച്ചാൽ അനങ്ങത്തില്ല. പിന്നെ മാറണമെങ്കിൽ ബെല്ല് കൊടുക്കണം. ഫുഡ് റെഡിയായത് ഒരൊറ്റ ഇടിയാണ് അങ്ങോട്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. പിന്നെ ആ വഴിക്ക് പോകരുത്. അപ്പൊ ഇവിടുന്ന് സീറ്റൊക്കെ കാലിയാവും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഐസ്ക്രീം തോണ്ടി ഓടിയിരിക്കുന്നതാണ്. എന്താണ് അവസ്ഥ? അങ്ങോട്ട് പള്ളിയിൽ ഉസ്താദിന് കൊണ്ടുവന്നത് ബെൻസിനകത്ത്, തിരിച്ചു കുതിരവണ്ടിക്കകത്ത്. സാർ റോഡിൽ ഇറങ്ങിക്കുക, വണ്ടിയില്ല. എന്താണ് അവസ്ഥ? അങ്ങോട്ട് ചെറുക്കന്റെ കൂടെ വണ്ടിക്കകത്ത് ഫ്രണ്ട് അവല് വക്കത്തിൽ അവിടെ എത്തുക. തിരിച്ചു പോകുമ്പോൾ മുസ്ലിയാർ ഭക്ഷണം കഴിച്ചു. അയാൾ പോയോ ഇല്ലയോ? വിറക് വരയുടെ അതിലേക്കൂടെ പോകുന്നു ഒരു ഹത്തീബ്. ഞാൻ ചോദിച്ചാൽ പറയാ കഴിക്കാനുള്ള വഴി നോക്കുകയാണ്. കാരണം ഫ്രണ്ടിൽ ഇടിയ. അപ്പൊ വിറക് വരെ പുറകെ പാചകപ്പരയാണ്. അതിന്റെ പുറകെ കൂടെ പോവാം ഒരു കറങ്ങി. പാവം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കണം. ആലോചിച്ചു തിരിച്ചു പോകാൻ വണ്ടിയില്ല. റോഡിൽ ഇറങ്ങി എന്നിട്ട് കൈ കാണിക്കാൻ ഏതെങ്കിലും സ്കൂട്ടറിനകത്ത് അങ്ങോട്ട് ഇറക്കണേ. അവിടെ എത്തിയില്ലെങ്കിൽ ജോലിയും പോകും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ശരിയല്ലേ പറയുന്നത്? ലജ്ജ പോയി. ഈ സമൂഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്താൻ പെണ്ണുങ്ങൾ തന്നെ വാശി പിടിക്കാൻ ഭർത്താവിനോട്. എന്താ കാരണം? എന്താണ് പള്ളി നടക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പൊ നിക്കാഹ് ഞങ്ങൾക്ക് കാണണം, മോടെ കല്യാണം കാണണം എന്നാ പറയാ. ആലോചിച്ചു. എന്നിട്ട് ഭയങ്കര കാണല. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇവരിങ്ങനെ സോറ പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഇടമായിരുന്നു. ഇന്നിപ്പോ ഉടുപ്പ് കാണിക്കാൻ പോവാൻ, ഡ്രസ്സ് കാണിക്കാൻ പോവാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടോട്ട് വന്നതല്ല. നീ ശരിക്കും നോക്കടി, തുറച്ചു നോക്ക്. മറ്റേത് ഇളം പച്ച, ഇത് കടും പച്ച. എല്ലാ ഐറ്റവും ഇങ്ങനെ, എല്ലാ ഓരോ കല്യാണത്തിന് വെറൈറ്റി ഡ്രസ്സുകളാ. ഇതിങ്ങനെ കാണിച്ച് ഇതിന്റെ മൊഞ്ച് കാണിക്കുക. അതുകൊണ്ടാണല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിന് അടുത്തൊരു പാർട്ടി വരുമ്പോ ഭർത്താവിനോട് നിർബന്ധം വെക്കുക, എന്ത് ഡ്രസ്സ് വേറെ വേണോ? അടച്ചവനെ ഉപരാകെ ആകെ ശമ്പളം 10,000 രൂപ. ഇനി ഇതിന്റെ പുറകെ പോയാൽ എങ്ങനെ? അവസാനം ഓഫർ വരാൻ കാത്തിരിക്കുക. 3 എടുത്താൽ പല 150 രൂപ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കളത്തിൽ കയറുക എന്നുള്ളതല്ലാതെ രക്ഷയില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്താണ് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. നബിതങ്ങൾ പറഞ്ഞ എല്ലാ തെമ്മാടിത്തരങ്ങളും ഈ ലോകം കണ്ടുപോയി. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തോടെയുള്ള സന്താനങ്ങൾ അധികരിക്കും, കള്ളുകുടി അധികരിക്കും, അധികരിച്ചില്ലേ?
എല്ലാം അധികരിച്ചുകൊണ്ടിരിക്കും. വമൽ ഹർജു യാ റസൂലല്ലാഹ്, എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ പറഞ്ഞു അൽ ഖത്ലു കൊലപാതകം അധികരിച്ചു. قال رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم ആത്മകൽപ്പെടുത്തുകയാണ് ഇജ്തനിബൂ അസ്ബഅൽ മൂബിഖാത്ത്, നാശങ്ങളിലേക്ക് എത്തുന്ന സർവനാശികളായ 7 വൻ പാപങ്ങളെ സൂക്ഷിക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഖാലൂ വമാ ഹുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ 7 വൻ പാപങ്ങൾ ഏതൊക്കെയാണ് ഹബീബി? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാതെ ശ്രദ്ധിക്കേണ്ട പാപങ്ങളാണ് 7 വൻ പാപങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ സർവനാശകാരികളായ ഈ 7 വൻ പാപങ്ങളെ സൂക്ഷിക്കണേ. ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അശ്ശിർകു ബില്ലാഹ്, അല്ലാഹു അല്ലാത്തതാകുന്ന ആളുകളെ ആരാധ്യ വസ്തുക്കളാക്കലാണ്. കല്ലിനെ ആരാധിക്കുന്നവരില്ലേ, ഉള്ളിനെ ആരാധിക്കുന്നവരില്ലേ, ആരാധ്യരായി ദൈവങ്ങളുടെ പിറകെ കൂടുന്ന മനുഷ്യരില്ലേ, ആഖിറം നഷ്ടമാണ്. ശിർക്ക് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വലിയ പാതകമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കണം. ആൾദൈവങ്ങളിൽ നിന്ന് കൂടിപ്പോയി അവരുടെ പിറകെ പോകുന്ന ആളുകൾ, അവരുടെ കാല് തൊട്ട് വണങ്ങുന്നവർ, പാലഭിഷേകം നടത്തുന്നവർ, കാല് കഴുകി കുടിക്കുന്നവർ നമ്മൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. എവിടെയാണ് ലോകം എത്തുന്നത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഔലിയാക്കളെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ഔലിയാക്കളെ നമ്മൾ ആരാധിക്കുന്നില്ല, ആദരിക്കുന്നേ ഉള്ളൂ. ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അഹ്ലുസുന്ന. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ കബറിങ്കൽ പോയി സുജൂദ് ചെയ്യുമ്പോ ഉസ്താദുമാര് പറയും പാടില്ല മോനെ, ചെയ്യരുത്. സുജൂദ് ആരോടുള്ളൂ? അല്ലാഹുവിനോട്. സുജൂദ് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഉസ്താദ് അവിടെ ഏർവാടിയിലല്ലേ അജ്മീർ അവിടെ ഇങ്ങനെ സുജൂദ് ചെയ്യുന്നുണ്ടോ? പാടില്ല. അവര് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണത്. അവർക്ക്, അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് നമ്മുടെ അത്രയും മദ്രസ വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതുകൊണ്ട് അവരിൽപ്പെട്ട അറിവില്ലാത്ത ആളുകൾ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് മുസ്ലിമീങ്ങൾ മൊത്തം കുബൂരികളാണ്, അവന്മാരെല്ലാരും ഇങ്ങനെ തഹ്‌രീരാണെന്ന് പറയരുത്. നമ്മൾ ഔലിയാക്കളെ, അമ്പിയാക്കളെ, മഹാന്മാരെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ആദരവും ബഹുമാനവും വെച്ച് പുലർത്തുകയാണ്. അത് ഇസ്ലാമിന്റെ ബേസിക്കാണ്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചവരെ നിന്ദിക്കുക. അത് ഇസ്ലാമിന്റെ ബേസിക്കാണ്, അടിസ്ഥാനമാണ്. അവനാണല്ലോ ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. അവരുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഉന്നതമായ പദവി ആഗ്രഹിക്കുന്നത്. മഹത്തുക്കളാകുന്ന ഔലിയാക്കളുടെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയ ആളുകൾ മുഴുവനും അവരാ പദവിയിലേക്ക് എത്തിയിട്ടില്ല. മഹത്തുക്കളാകുന്ന ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കാതെ എന്ന് ബദർ മൗലിദിൽ തന്നെ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുക. ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കാതെ ഒരിക്കലും വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തൂല. കാരണം ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ കേൾത്ത മഴയ്ക്ക് പൊങ്ങി വന്നവരല്ല. അവരില്ല എങ്കിൽ ഈ ദീനില്ല. മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിക്കട്ടെ, അതവിടെ പറയാം. ആരാണ് ബദരീങ്ങൾ പറഞ്ഞുതരാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമയണ്ട, 10 മിനിറ്റ് കൂടി ഇരിക്കൂലേ? ധൃതിയുള്ളവരുണ്ടോ? കൈ ഉയർത്തിക്ക്. അതിയാർ കൈ ഇല്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ പെട്ടെന്ന് വിടാം. 10 മിനിറ്റ് കൂടി. എന്നാലും നമ്മൾ ഉത്തരം വന്ന് പറയുന്നതല്ലേ. എന്നാലും ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇരിക്കും. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. അപ്പൊ ഒന്നാമത്തത് ശിർക്കാണ്. ശിർക്ക് പറഞ്ഞല്ലോ, അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കാം. കല്ലാകട്ടെ, മുള്ളാവട്ടെ, മനുഷ്യരാകട്ടെ, അല്ലാഹു അല്ലാത്തതിനെ ആരാധിച്ചാൽ അപകടമാണ്. അപ്പൊ പറയലുണ്ടല്ലോ, ചില ആളുകൾ വന്നിട്ട് പറയും ഞാൻ നിങ്ങളുടെ ഫാൻസാണ്, സാറിന്റെ പ്രസംഗമൊക്കെ കേൾക്കും വലിയ ഫാൻസാണ്. അത് പറയാൻ പാടില്ല. ഫാൻസ് എന്ന് പറഞ്ഞ ആ അർത്ഥം തന്നെ, അതിന്റെ അർത്ഥതലം എത്തി നിൽക്കുന്നത് മുർത്തദാകുന്ന പദവിയിലേക്കാണ് എത്തുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോ. കാരണം നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു എന്നാ പറഞ്ഞത്, നിങ്ങളുടെ ആരാധകരിൽപ്പെട്ട ആളാണ്.
ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആരാധകനാണ്, എന്റെ ആരാധകൻ മെസ്സിയാണ്, ഞാൻ റൊണാൾഡോയുടെ ആളാണ് എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന സിനിമാ നടന്റെ ഫാൻസിൽപ്പെട്ട ഇന്ന സിനിമാ നടിയാണ് നമ്മുടെ ആള് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപകടമാണ്. ആ വാക്കുകൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരും. ചില വിഷയങ്ങൾ അങ്ങനെയാണ്, കരുതണമെന്നില്ല. ചില വാക്കുകൾ കൊണ്ട് നമ്മൾ മുർത്തതായി പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള വചനങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തേത് മരണമാണ്. കൂടോത്രം ചെയ്യുന്ന പരിപാടി. അല്ലാഹ് ഇന്നിപ്പോ ഇഷ്ടം പോലെ ഉണ്ട്. സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി കുടുംബങ്ങൾ തന്നെ, സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പരവണി പല നിലയ്ക്ക്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ വീടിന്റെ അവിടെ ഒരു കുഴി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു തവളക്കുഞ്ഞ്, അതിനകത്ത് വായിക്കാത്ത 2 മുട്ടയും വെച്ചോണ്ട് ചത്ത പല്ലിയൊക്കെ അതിനകത്ത് നിന്ന് കിട്ടുകയാണ്. പിന്നെ ആകെ വെപ്രാളായി, വാഴയ്ക്കകത്തുനിന്ന് കിട്ടുകയാണ് പല ഐറ്റം, പല തകിടുകളും മുടിയിടകൾ കൊണ്ടുവന്ന് കെട്ടിയിട്ട്. സിഹർ വലിയ വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എപ്പോഴും ഓതിയിട്ട് കയ്യിലിങ്ങനെ ഊതണം. ഇഷ്ഫീന ഊതുന്നതിന് അസ്ലുണ്ട്. അല്ലാതെ അഫൂന്ന് ഓതിയാ പല്ല് പറഞ്ഞ പുള്ളിയിരിക്കുന്നു. ഇഷ്ഫി നടത്തുന്ന നീ ഷിഫിയാക്കുന്ന ഇതിലൊക്കെ അസ്ലുണ്ട്. അങ്ങനെ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ കാലുവരെ തടവി വിടണം. ഫുള്ള് വിരല് വരെ. ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ വരുന്ന ആളുകൾ അവർ 5 വക്കത്ത് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുന്നതിന് മുമ്പ്, ആ മുസല്ലയിൽ എഴുന്നേക്കുന്നതിന് മുമ്പ് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. നല്ല നശാത്തത്ത്, എപ്പോഴും നല്ലൊരു ഉണർവുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് ഈ 2 സൂക്തങ്ങളാണ്. സൂറത്തുൽ ഫലഖും നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആയത്തങ്ങോട് ഓതുമ്പോ മാഷാ അല്ലാഹ് പ്രവാചകർക്ക് നല്ല ഉന്മേഷം വീണ്ടെടുത്തു എന്ന് എല്ലാ തഫ്സീറുകളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയപ്പോ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഈ 2 സൂക്തങ്ങൾ, സൂറത്തുൽ ഫലഖ്, നാസ്. അതിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ്, അത് ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ. അപ്പൊ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ റബ്ബുൽ ഫലഖ്, നാസ് മുടങ്ങരുത്. രാവിലെ വൈകിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ തന്നെ നല്ല റാഹത്ത. പ്രായമൊന്നും ഒരു വിഷയമൊന്നുമില്ല. നല്ല ഒട്ടകാജിയെ പോലെ റാഹത്തായിട്ട് നടക്കാം. ഒരു കുഴപ്പമുണ്ടാവും. നല്ല സെറ്റായിട്ട് നടക്കാം. ആരോഗ്യമൊക്കെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാരണം ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല, അത് അവന്റെ ഈമാൻ തെറ്റിപ്പോകും. സ്വന്തം സഹോദരങ്ങളെ, കുടുംബങ്ങളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അയൽവാസികളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ചെയ്യുന്നതാകുന്ന കൂടോത്രങ്ങൾ തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിന്റേതാകുന്ന ആശ്രിതർക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും മരിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരും. അത് ദുനിയാവിൽ തന്നെ കിട്ടും പണി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. അത് ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവരുടെ പിറകെ ഒന്നും നമ്മൾ ഓടാൻ പാടില്ല. നമ്മൾ മോമിനീങ്ങളാണ്, ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തതാകുന്ന ആത്മാക്കളെ ഈ ലോകത്ത് നിന്ന് കൊന്നു കളയുന്നതായ ആളുകളില്ലേ, കൊലപാതകം നടത്തുന്നവരില്ലേ, അവർ ഏറ്റവും വലിയ വൻ പാപമാണ് ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊലപാതകം വലിയ വിഷയമാണ്. കൊലപാതകം അപ്പൊ അധികരിച്ചു. എവിടെ നോക്കിയാലും രാഷ്ട്രീയപരമായി വല്ലാതെയൊക്കെ കൊലപാതകങ്ങൾ അധികരിച്ചു. അപ്പൊ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്ര പേരാണ് കൊന്നുകളത്? അവസാനം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പറഞ്ഞു, സാറൊന്ന് വിടുവാണെങ്കിൽ 2 പേരെ കൂടെ തീർക്കാണ്ട്, അരമണിക്കൂറിനുള്ളിൽ തീർത്തിട്ട് വരാം. അതാണ് അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതായത് മനഃപൂർവ്വം കൊന്നയാന്ന്, അതാ പറഞ്ഞതിന്റെ അർത്ഥം. 3 രീതിയിൽ കൊലപാതകം നടക്കും. ഒന്ന് അംദൻ, മനഃപൂർവ്വം നിലയ്ക്കും. രണ്ടാമത് ശിബുഹു അംദ്, മനഃപൂർവ്വം അല്ല, അതിനോട് സാദൃശ്യമായ നിലയ്ക്ക് നടക്കും. ഉദാഹരണത്തിന് ഭാര്യയുമായി വഴക്കിട്ടു, ഭാര്യയ്ക്കിട്ടൊരു ഒറ്റ അടി കൊടുത്തു. അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യ ഒരു സാധനം വെച്ചടിച്ചു, പക്ഷെ മർമ്മത്തിട്ടാ കൊണ്ടത്. ചെയ്തത് അങ്ങോട്ട് കാര്യമായിട്ട് ചെയ്തതാ, പക്ഷെ മരിക്കുമെന്ന് കരുതിയില്ല. മനഃപൂർവ്വത്തോട് സാദൃശ്യമായ കൊലപാതകം.
മൂന്നാമത്തത് ഒരാൾ മുകളിൽ നിന്ന് താഴോട്ടിങ്ങോട്ട് മറിഞ്ഞു വീണു. താഴെ നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ മേത്തോട്ടാണ് വീണത്. ആ കുഞ്ഞു മരിച്ചു. ഖത്ആണ്, പിഴവൻ നിലയ്ക്ക് സംഭവിച്ച, പിഴവായിട്ട് സംഭവിച്ചതാണ്. ഇങ്ങനെ 3 നിലയ്ക്ക് കൊലപാതകം നടക്കും. പക്ഷെ ഇപ്പൊ അൽഫാം വന്നത് എങ്ങനെയാ? അവൻ പരസ്യമായിട്ട് പറഞ്ഞത് നമ്മള് തീർത്താന്ന്. അതുകൊണ്ടാണല്ലോ അവൻ വിഷം അടിച്ച് കഴുത്തൊക്കെ കെട്ടിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തീരാൻ നോക്കണം. പക്ഷെ പടച്ചവൻ തീർക്കുന്നില്ല. കണ്ടില്ല? കാരണം എന്താ? അങ്ങനെയുള്ളവർ ഇച്ചിരി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടവർ വെറുതെ ദുനിയാവിൽ നിന്ന് മരിക്കൂല. ഒരുപാട് ആളുകളെ ശാപം. ഈ വിവരം അറിഞ്ഞത് മുതൽ തിരുവനന്തപുരം ജില്ലയും മറ്റു പരിസരത്തുള്ള ജില്ലക്കാരും കേരളക്കാരും ഈ വിവരമൊക്കെ എത്തിയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയം നൊന്തു. എത്ര ഉമ്മമാരുടെ പ്രയാസപ്പെടുന്ന ദുആ അവരുണ്ടാവും. ആലോചിച്ചു നോക്കുക. എല്ലാവരും മാനസികമായിട്ട് വളരെ പ്രയാസപ്പെടും. സ്വാഭാവികമല്ലേ, എല്ലാവരും ദുആയിരുന്നു പോകും. അങ്ങനെ ആരുടെയൊക്കെ ദുആന്റെ ഫലമായിരിക്കും ഈ കോലത്തിലൊക്കെ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഏതോ ആയിക്കോട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മനുഷ്യനാണ്, സാഹചര്യങ്ങൾ കൊണ്ടും വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. വലിയ പാതകങ്ങൾ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു നസീബാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അകാരണമായി അത്തരത്തിലുള്ള അള്ളാഹു കൊല്ലാൻ പാടില്ല എന്ന് നിഷിദ്ധമാക്കിയിട്ടുള്ള ജീവനുകളെ, ആത്മാക്കളെ കൊന്നുകളയുക എന്നുള്ളത് വൻ പാപത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല. 4-മത്തത് 7 പാപങ്ങളാണ്. വാക്കിലൊരു പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. പലിശ തിന്നൽ ഹറാമാണ്, നിഷിദ്ധമാണ്, വൻ പാപമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് ഉമ്മത്തിൽ വല്ലാതെ കൂടി വരുന്ന വിഷയമാണ് പലിശ. ഒക്കെ പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ അതിനെ കുറിച്ച് തന്നെ വേണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. അടിക്കടി ഇരട്ടിക്കുന്നതാകുന്ന നിലക്കുള്ള ഈ പലിശയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പലിശ തിന്നരുത്. അത് നിങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. യമഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നാശത്തിനാണ്. തകരാൻ അതിനേക്കാൾ വലിയ ബന്ധമില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. എത്ര ആളുകളാണ് പലിശ ഒരു വിഷയമില്ലാതായി മാറി. സ്വർണം കൊണ്ടുപോയി പണയത്തിന് കൊടുത്തിട്ട് ആ പണയക്കാശുമായിട്ട് ഉംറയ്ക്ക് പോകുന്ന ആളുകളുണ്ട്. എത്ര നിഷിദ്ധമായ പണിവാണിയാണ്. സ്വർണം കൊണ്ടേ പണയം വെക്കാന്നിട്ട് ആ പണയക്കാശായിട്ട് എങ്ങോട്ട് പോവാ? ഉംറയ്ക്ക് പോവാ. അസ്സലാമു അലൈക്കും. കാബയുടെ കില്ല പിടിക്കാൻ പോവാ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വിവരമില്ല, അറിവില്ല. അറിവുള്ളവരോട് ചോദിക്കൂ, അതുമില്ല. എല്ലാം എനിക്ക് അറിയാന്നുള്ള അർത്ഥത്തിൽ ഈ ഉമ്മത്ത് കാണിക്കുന്ന പരിപാടികളാണ്. ആരെ കൊണ്ടുപോയി സ്വർണം പണയം വെക്കാത്തത്? എത്ര ആളുകളാണ് ഇത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യുന്നത് ഈ ഉമ്മത്തിൽ? നിഷിദ്ധമല്ലേ, ഹറാമല്ലേ? എവിടേക്കാണ് ഈ സമുദായം എത്തിപ്പെടുന്നത്? ആവശ്യത്തിന് പിന്നെ എന്ത് യൂസ്? ആ സ്വർണ്ണങ്ങ് വിൽക്കണം, അപ്പിന്നെ കുഴപ്പമില്ല. വിൽക്കൽ അനുവദനീയാണല്ലോ. വിറ്റിട്ട് ആ പൈസ അത് ഹലാലല്ലേ, എന്നിട്ട് കാര്യം നടത്തി അത് ചെയ്യൂല. അത് പറ്റില്ല, നമ്മുടെ സ്വർണ്ണമാണ്, തിരിച്ചെടുക്കണം. എവിടെ തിരിച്ചെടുക്കും? ഇത് ഹറാമാണ്. ഈ പരിപാടി, ഈ പണയം വെച്ചിട്ട് ആ പൈസ വാങ്ങുന്ന പരിപാടി നിഷിദ്ധമാണ്. ഈ ഉമ്മത്ത് അത് ചെയ്യാണ്. നിരുപാധികം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അനാഥകളുടെ സമ്പത്ത് തിന്നൽ നിഷിദ്ധമാണ്. യതീംഖാനകൾ നടത്തുന്നവരെ, യതീമീങ്ങളെ പ്രയാസപ്പെടുത്തരുത്. അവരുടെ സമ്പത്ത് നിങ്ങൾ കൊള്ളയടിക്കരുത്. ഹറാമായ തോതിലാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് എങ്കിൽ ആഖിറത്തിൽ വലിയ ശിക്ഷ നിങ്ങൾ കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. വൻ പാപമാണ്. തീർന്നില്ല. ആറാമതായി റസൂലുള്ള പഠിപ്പിക്കുകയാണ്, യുദ്ധത്തിന് വേണ്ടി സൈന്യത്തിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണത പാടില്ല. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ നിങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ആ ആളുകളെ ഒറ്റക്കാക്കിയിട്ട് ഒളിച്ചോടുന്ന പ്രവണത, യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടുന്ന പ്രവണത വൻ പാപമാണ്.
തീർന്നില്ല. ഏഴാമത്തെ പാപമായി, വൻ പാപമായി അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഖഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ പതിവ്രതകളാകുന്ന സൂക്ഷ്മതയുള്ളതാകുന്ന മുസ്ലിം സഹോദരിമാരെ കുറിച്ച് അനാവശ്യ വർത്തമാനങ്ങൾ പറയല്ലേ, അപവാദ പ്രചരണം നടത്തല്ലേ. രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി മഗ്‌രിബിന് സമയത്തൊന്ന് പുറത്തേക്ക് ഏതെങ്കിലും ഒരു കടയിലേക്ക് ഇറങ്ങുമ്പോ റോഡിലിരുന്നിട്ട് അവൾ ഇന്ന പണിയാണ് എന്ന് പറയുന്ന ശൈലി മുസ്ലിമിന് ചേർന്നതല്ല. വഖഫുൽ മുഹ്സിനാത്തിൽ മുഅ്മിനാത്തിൽ മുസ്ലിം സഹോദരിമാരെ കുറിച്ച് അപവാദം പറയുന്ന പരിപാടി നിർത്തിക്കോണം. അല്ലാഹുവിന്റെ റസൂലും പറയാം. ഇപ്പൊ അങ്ങനെയാണല്ലോ, നമ്മളങ്ങനെയാണല്ലോ. റോഡിൽ ഇങ്ങനെ ഇരിക്കും, ഒരു പെണ്ണം കൊടുക്കുമ്പോ അറിയത്തില്ലേ സംഭവം മറ്റേതാട്ടോ, കാണിച്ചെന്നാ മതി, സംഭവം കാശുണ്ടെങ്കിൽ ചെന്നാൽ റാഹത്തായിട്ട് കിട്ടും, നമുക്കറിയാം, എല്ലാം അറിയാം എന്ന് പറഞ്ഞ അപവാദം പറയാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ കുറിച്ച് അപവാദം പറഞ്ഞാൽ സാക്ഷികളില്ലാതെ അത്തരത്തിലുള്ളതാകുന്ന പ്രവണതയുമായി നടക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ, മുസ്ലിം സഹോദരിമാരെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾ നീ നടത്തിയാൽ വൻ പാപത്തിന്റെ ലിസ്റ്റിലേക്ക് നീ എത്തിപ്പെടും. അപ്പുറത്തേക്കൊന്നുമില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വലിയ വിഷയമാണത്. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. ഞാൻ തിരിച്ചു വരുന്നു. നമ്മൾക്ക് ബദർ മൗലിദ് അതുപോലെ തന്നെ മഹ്ദറത്തുൽ ബദരിയ നടക്കുന്നതായ മജ്‌ലിസ് കൂടിയാണല്ലോ. അതുകൊണ്ട് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പറയാണ്ട് ഇഷ്ടം പോലെ, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബദരീങ്ങൾ ആരാണ്? നിസ്സാരക്കാരല്ല. ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെയൊക്കെ രക്തം പരിപൂർണമായി തിളച്ചു വരണം. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ധർമ്മസമരത്തിൽ രാപ്പകൽ അധ്വാനിച്ചതാകുന്ന മഹത്തുക്കളാകുന്ന വ്യക്തിത്വങ്ങളാണ് അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും. ഉറക്കെ പറയൻ റളിയല്ലാഹു അൻഹു. അവരുടെ ക്യാപ്റ്റൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങൾ അസ്ഹാബുൽ ബദരീങ്ങളെ ഏത് നിലയിലാണ് എണ്ണി കണക്കാക്കുന്നത്? ഏത് നിലയിലാണ് അവരെ നിങ്ങൾ കാണുന്നത്? فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ അസ്ഹാബുൽ ബദരീങ്ങളെ കുറിച്ച് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ജിബ്രീലേ, മിൻ അഫ്ളലിൽ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമായിട്ടാണ് ഞങ്ങൾ അസ്ഹാബുൽ ബദരീങ്ങളെ കാണുന്നത്. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ എന്നോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഫകവാലിക മിമ്മൻ ശഹീദ ബദറ, അപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്തതാകുന്ന മലക്കുകളെ കുറിച്ച് ഞങ്ങൾക്കുള്ള വാദവും അത് തന്നെയാണ് എന്ന് മഹത്തുക്കളാകുന്ന ബദരീങ്ങളെ കുറിച്ച് അതിൽ പങ്കെടുത്തതാകുന്ന മലായികത്തുകളെ കുറിച്ച് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബദറിൽ പങ്കെടുത്തു, ബദറിൽ മലക്കുകൾ ഇറങ്ങി 5000, അവർ കൊണ്ട് വാളുകൾ പിന്നിലായി ഒരു മുഴം. ബദറിലിറങ്ങിയതാകുന്ന മലക്കുകൾ മോമിനീങ്ങളാകുന്ന സ്വഹാബത്തെ കിറാമിന് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ, ബദറിൽ പങ്കെടുത്തവർക്ക് മഹത്വമുണ്ടോ മോമിനീങ്ങളിൽ നിന്ന്, അതേപോലെ കോടാനുകൂടി മലായിക്കത്തുകളിൽ നിന്ന് വലിയ ശ്രേഷ്ഠത ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ മോമിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര്? അസ്ഹാബുൽ ബദരീങ്ങൾ. ഇത് ഹദീസാണ്, ഇത് ആർക്കും തള്ളിക്കളയാൻ പറ്റൂല. ഏതെങ്കിലും വിധത്തിന്റെ ആളുകൾ ടീമുകാർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇരിക്കാം നമുക്ക്. ഇതൊന്നും ഖുർആനില്ല, ഹദീസില്ല എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന വിഷയമല്ലല്ലോ, വാറവലുകൾ ഉന്നയിക്കുമല്ല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ മനസ്സിലാക്കിക്കോ, നിങ്ങൾ പിടിച്ച്
വിളിച്ചിട്ടുള്ളത് യഥാർത്ഥമാകുന്ന പിടുത്തമാണ്. അസ്ഹാബുൽ ബദരീങ്ങൾ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർ ഈമാൻ വരണം, യഖീൻ വരണം. കാരണം മുഅ്മിനീങ്ങൾ ഇനി പിടിക്കാൻ വേറെ ആരില്ല. ഏറ്റവും ശ്രേഷ്ഠരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും അങ്ങനെ ബദറിൽ മുഅ്മിനീങ്ങളാകുന്ന സ്വഹാബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാകുന്ന മലായികത്തുകൾ, അവർ കോടാനുകോടി മലായികത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ അവരാണ്. ഞങ്ങൾ അക്കൂട്ടരെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ആലോചിച്ചു നോക്ക്, ബദറിൽ ഇറങ്ങിയവർക്ക് അത്രയേറെ പവിത്രതയാണ്, മഹത്വമാണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ബഹുമാനപ്പെട്ട മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. മൂന്നുപേരെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണേ. മക്കയിലേക്കുള്ള വഴിയിൽ ഹാഖ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ഒരു വൃദ്ധ ഇരിപ്പുണ്ട്. അവരുടെ കൈവശം അതാ ഒരു കത്തുണ്ട്. ആ കത്ത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. മൂന്ന് പേരെയാണ് അതിന് ചുമതലപ്പെടുത്തുന്നത്. ഒന്ന് മരുമകനായ അലി റളിയല്ലാഹു അൻഹു, മിടുക്കനാണല്ലോ. രണ്ടാമത്തത് മഹാനാകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഈ മൂന്ന് പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോണം, മക്കത്തേക്കുള്ള വഴിയിൽ ഹാഖ് എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ആ തോട്ടത്തിൽ ആ സ്ത്രീ ഉണ്ടാവും, ഒരു പടുവൃത്തിയായ ഒരു പെണ്ണ് അവിടെ ഇരിപ്പുണ്ടാവും. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ടാവും. ആ കത്ത് വാങ്ങിച്ചോണ്ട് വരണം. സയ്യിദുനാ റസൂലുള്ളാഹി, അദൃശ്യമറിയുന്ന പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യമറിയുന്ന വ്യക്തിയാണ്. ആവശ്യാനുസരണം അദൃശ്യമറിയുന്ന വ്യക്തിയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മൂവരും യാത്ര തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, തോട്ടത്തിലുള്ളവർ എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ തന്നെ പുലരുന്ന പ്രവചനം നടക്കുകയാണ്. ആ പടുവൃത്ത അവിടെ തന്നെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് ആ കത്ത് ഒന്ന് തരുമോ? ആ കത്തിങ്ങോട്ട് എടുക്കും. അപ്പൊ തള്ള പറഞ്ഞ കത്തൊന്നും നമ്മുടെ കയ്യിലില്ല. ഏത് കത്തും കുത്തൊന്നും നമ്മുടെ കയ്യിലില്ല. പെണ്ണ് കളവ് പറയാ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കളിതമാശയൊക്കെ അവിടെ നിൽക്കട്ടെ, കത്തിങ്ങെടുക്ക്. കാരണം ഇത് പറഞ്ഞു വിട്ടതാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണാകെ ഞെട്ടി. കാരണം കത്ത് ഒരു മനുഷ്യൻ പോലും കാണാതെ മുടിയിഴകിൽ ഒളിപ്പിച്ചു വെച്ച് രഹസ്യമായി മക്കയിലേക്ക് കൊണ്ടുപോവാൻ, കുഫാറിന്റെ അടുക്കലേക്ക് മദീനയിൽ നിന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതവിടെ കൈമാറ്റം ചെയ്യാൻ, അതാണ് കൈയോടെ പിടികൂടുന്നത്. എങ്ങനെ ഇവരിവിടെ ഉണ്ടെന്നനുസരിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ട് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അവസാനം അറ്റ കൈക്ക് പറഞ്ഞു, പെണ്ണെ മര്യാദയ്ക്ക് സാധനങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ തുണി അഴിച്ചിട്ടാണെങ്കിലും സംഭവം കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പേടിപ്പിച്ച്. അങ്ങനെ ചെയ്യാനല്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. പഴയ കാലത്തെ പെണ്ണുങ്ങൾക്ക് അഭിമാനത്തിന് ഭയങ്കര ശതം വരുമെന്ന് പേടിയുള്ള, തുണി അഴിക്കുമെന്ന് വെക്കുമ്പോ പേടിയാ. ഇന്നത്തെ ആണെങ്കിൽ അഴിച്ചിട്ടെടുത്തോ അജിയാരെ എന്ന് പറഞ്ഞാൽ അല്ലാഹു മുളക്കാക്കണം. പണ്ടത്തെ അവർക്ക് പേടിയാണ്, തുണി അഴിക്കാന്ന് പറഞ്ഞ ആകെ പേടിയാണ്. ഇന്നിപ്പോ അഴിക്കാനൊന്നുമില്ല, ഓൾറെഡി അഴിച്ചിട്ടാ ഉള്ളത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏതുമായിക്കോട്ടെ, ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇവര് പേടിച്ച് ഹദീസിലുണ്ട്, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഈ പെണ്ണ് മുടിക്കെട്ടിൽ നിന്ന് വേഗം തന്നെ ഈ കത്തെടുത്ത് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കത്ത് പൊട്ടിക്കാൻ പറ്റും, മറ്റൊരാൾക്കുള്ള കത്ത് അവിടെ നിന്ന് പൊട്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തുമായിട്ട് എങ്ങോട്ട് വേണ്ടി ഇതിന്റെ വിധങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുവരണം. നേരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിൽ ഹാളിറാക്കി. നബി പറഞ്ഞു, പൊട്ടിക്ക് വായിക്ക. എല്ലാരും വന്ന് നിൽപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, കത്ത് നോക്കുമ്പോൾ മഹാനാകുന്ന ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സഹാബി വര്യനാണ് എഴുതിയിട്ടുള്ള കത്താണ്. അദ്ദേഹം കത്തിനുള്ളിൽ മക്കക്കാരായ ആളുകളിലേക്ക് മദീനയിലുള്ള പ്രവാചകന്റെ ചില രഹസ്യവിവരങ്ങൾ കൂടി എഴുതി ആ കത്തിനുള്ളിൽ അടക്കം ചെയ്തിട്ടാണ് ഈ പെണ്ണിന്റെ കൈവശം കൊടുത്തിട്ടുള്ളത്. നഊദുബില്ലാഹ്,
യഥാർത്ഥത്തിൽ ചാരപ്പണിയാണ് നടത്തിയിട്ടുള്ളത്. തലപോകുന്ന കേസാണ്. കാരണം മദീനയിലെ രഹസ്യമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കടത്തിവിട്ടേക്കാണ്. വിട്ടതാരാ? ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. സ്വഹാബിയാണ്, അതും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. കേസ് വലിയ വിഷയമായി. വിവരം അറിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ സദസ്സിൽ വന്നെത്തി. സ്വഹാബത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, സ്വഹാബത്തുൽ പ്രമുഖരായ മഹൽ വ്യക്തിത്വങ്ങളുണ്ട്, മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹത്തുക്കളുമുണ്ട്. അപ്പോഴാണ് ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് ഹാദിറാക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ച വാളുമായിട്ട് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അവനെ എനിക്ക് വിട്ടുതരുമോ നബിയേ? ദഉഹു അദ്രിബു ഉനുഖഹു യാ റസൂലല്ലാഹ്. തങ്ങളെ കുറിച്ചുള്ള രഹസ്യവിവരങ്ങൾ മുഴുവനും മക്കക്കാർക്ക്, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് കൈമാറുന്ന ഈ മുനാഫിക്കിന്റെ അടുത്ത് ഞാൻ അങ്ങ് വെട്ടട്ടെ റസൂലേ. അദ്രിബു ഹാദൽ മുനാഫിഖ് യാ റസൂലല്ലാഹ്. ഈമാനില്ലാത്ത പ്രവണതയല്ലേ ഇവൻ ചെയ്തത്? മുനാഫിക്കിന്റെ ലക്ഷണമല്ലേ ഇത്? പ്രവാചകന്നതാകുന്ന രഹസ്യവിവരങ്ങൾ മക്കക്കാർക്ക് കൈമാറുകയല്ലേ? ഇതങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഉരുപ്പിടിച്ച് വാലമായി രംഗപ്രവേശനം ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചെയ്യരുത് ഉമറേ. ആരാണ് ഈ നിൽക്കുന്നതെന്നറിയോ? ഇത് ഹാത്തിമാണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ബദറിൽ പങ്കെടുത്ത വ്യക്തിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഉമറേ നിനക്കറിയില്ലേ? യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫറല്ലാഹു ലക്കും. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളണേ, നിങ്ങൾക്ക് ഞാൻ സർവ്വതും പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തന്നെ പറഞ്ഞതാണ്. അസ്ഹാബിൽ പങ്കെടുത്തതാകുന്ന ബദറിൽ പങ്കെടുത്ത ഫസ്റ്റ് ക്ലാസ് മുസ്ലിമായ ഈ ഹാത്തിമിന്റെ മേൽ കൈവക്കാൻ എങ്ങനെയാണ് ഉമറേ നിനക്ക് മനസ്സ് വന്നത്? ആറ് നിനക്ക് ഉമറേ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈക്ക് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി മാറ്റിയെങ്കിൽ അസ്ഹാബുൽ ബദറിൽ പങ്കെടുത്തതാകുന്ന സ്വഹാബത്തിന്റെ മഹത്വം എത്ര വലുതാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ബദരീങ്ങളെ കുറിച്ച് സ്മരിക്കാൻ ഇതിനേക്കാൾ വലിയ ചർച്ചയില്ല, ഇതിനേക്കാൾ മഹത്തരമാകുന്ന ഒരു ചർച്ചയില്ല, ഇതിനേക്കാൾ മഹത്തരമാകുന്ന ഒരു ചരിത്രമില്ല. കാരണം ലോക മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എന്തും ചെയ്തു നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു ഭാഗമാണ്. ഹുമുൽ ജിബാലു വലാ ഹുമുൽ ജിബാലു വലാ في همتي بل سادة كبرى. അത് സഹാബിൽ ബദരീങ്ങളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അവർ എന്തെല്ലാം ചെയ്താലും അവർക്ക് പുറത്തു കൊടുക്കാൻ അല്ലാഹു തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഹാത്തിം ഇബ്നു അബീ ബൽതഅയെ കുറിച്ച് നീ ഒന്നും പറയണ്ട ഉമറേ. കാരണം അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഹാത്തിമിനോട് ചോദിച്ചു, എന്താ ഹാത്തിം അങ്ങനെ ചെയ്തത്? അപ്പൊ ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഒരിക്കലും ഒരു മുനാഫിക്കോ കപട വിശ്വാസിയല്ല. വിഷയം പറഞ്ഞു കൊടുത്തു. ചോദിക്കണം, നിങ്ങളെല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. നിങ്ങൾക്കൊക്കെ അവിടെ കുടുംബവും ആൾക്കാരും ഒക്കെ ഉണ്ട്. എനിക്ക് അവിടെ കുടുംബമുണ്ട്, പക്ഷെ എനിക്ക് ആൾക്കാരും ബന്ധുതകളൊന്നുമില്ല. അപ്പൊ എന്റെ കുടുംബക്കാർക്ക് ഒരു സംരക്ഷണം കിട്ടാൻ ഞാൻ ഇവിടുന്ന് ഈ കത്തിങ്ങനെ ഈ പെണ്ണിന്റെ ഈ കൊടുത്തു വിടുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയും, അത് ഹാത്തിമിന്റെ സംഭവങ്ങളും അവന്റെ കുടുംബക്കാരും ഒക്കെ അവരെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവർക്കിടയിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഹിക്മത്ത് ചെയ്തതാ. അത് ഇത്ര വലിയ അപകടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലാതെ ഒരിക്കലും എന്റെ മനസ്സിൽ തങ്ങളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒരു ഈമാനിന്റെ അല്പം പോലും എനിക്ക് ലാഞ്ചനം മാറിയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇപ്പോ എങ്ങനെ ഇരിക്കുന്നില്ലേ? നിനക്കറിയില്ലേ? ഫലഅല്ലല്ലാഹു ഖദ് ഇത്തല അലാ അഹ്ലി ബദരി യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫറല്ലാഹു.
അള്ളാഹ് പറഞ്ഞത് എന്താ? നിങ്ങൾ എന്തും ചെയ്തു, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്ത് ഒരേ ഒരു കൂട്ടരോടാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അത് അസ്ഹാബുൽ ബദരീങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളാണ്. അവർക്കുള്ള സ്ഥാനം പോലെ മുഅ്മിനീങ്ങൾക്ക് മറ്റാർക്കുമില്ല. അവരുടെ ക്യാപ്റ്റനാണ് ആര്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വഫഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അവരുടെ ക്യാപ്റ്റനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകർ ഉൾപ്പെടെയുള്ള അസ്ഹാബുൽ ബദരീങ്ങളുടെ നീരസം വെക്കരുത്. അത് ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഇന്നും വിദേഹത്തുകാർക്ക് ബദരീങ്ങളെ അനുസരണം നിൽക്കുമ്പോൾ എപ്രാളാണ്. കാരണം എന്താ? ഈമാൻ തെറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലാഹു മലക്കാക്കട്ടെ. എല്ലാ ദിവസവും ബദരിയത്ത് ഓതിയാൽ അവരുടെ തണലുണ്ടാകും, അവരുടെ പൊരുത്തമുണ്ടാകും, അവരുടെ ഹിഫ്ളുണ്ടാകും, ഹിമായത്തുണ്ടാകും. നല്ല ദിവസത്തിലെ മരിക്കും. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ തഅലവ ഉസ്താദ് എന്റെ ഉമ്മയുടെ ഉപ്പയാണ്. അവരിൽ നിന്ന് ാകുന്ന അസ്ഹാബുൽ ബദരീങ്ങളുടെ ഇജാസത്ത് ഉസ്താദാകുന്ന അഹമ്മദ് കോയ മൗലവി, പ്രായം ചെന്ന മനുഷ്യൻ, അദ്ദേഹം അത് വാങ്ങി എല്ലാ ദിവസവും ചൊല്ലും. അസ്ഹാബുൽ ബദരീങ്ങൾ ചൊല്ലും, ബദരീയത്തിന്റെ ഇജാസത്തും കൊടുക്കും, ബദരീയത്ത് സ്ഥാപിക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. 19ാമത്തെ വയസ്സിൽ തലവ എന്ന് പറയുന്നതാകുന്ന കുഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട തലവ ഉസ്താദ് ആ പള്ളിയിലെ ഖതീബായി നിശ്ചയിക്കാൻ, നീ ഇവിടുത്തെ ഖുതുബ ഓതി പള്ളിയിൽ ഇമാമത്ത് നിർവഹിച്ചു നിന്നോ, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ നിർത്തി. 10-60 കൊല്ലം ആ പള്ളിക്ക് അദ്ദേഹം സേവനം ചെയ്തു. വേറെ ഒരു പള്ളിയിലും പോയിട്ടില്ല. ബഹുമാനപ്പെട്ട തഅലവ ഉസ്താദ് വാത് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ കിതാബ് വായിക്കാൻ പറയും. ഹർഫുകളില്ലാത്ത ഇറാബില്ലാത്ത കിതാബ് അദ്ദേഹം വായിക്കും. അദ്ദേഹം ഇങ്ങനെ അർത്ഥം വെച്ചു കൊടുക്കുന്ന തഅലവ ഉസ്താദ് അറിവുകളുടെ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ അങ്ങനെ പഠിച്ചു തീർത്തു. ഖുർആൻ പഠിച്ചു, തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, നിദാന ശാസ്ത്രങ്ങൾ പഠിച്ചു, തർക്കശാസ്ത്രം പഠിച്ചു, എല്ലാം പഠിച്ചു. കൃത്യമായി ആ പള്ളിയിൽ സേവനം ചെയ്തു. സദർ ഉസ്താദ് എന്ന നാമധേയത്തിൽ ആ നാട്ടുകാർക്കുള്ളിൽ സുപ്രസിദ്ധനായി. സഹോദരങ്ങളെ, അവസാനം ബദരിയത്ത് ഓതി ബദരീങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് അദ്ദേഹം വഫാത്താകുന്നത്, ഈ സദർ ഉസ്താദ് മരിക്കുന്നത് പരിശുദ്ധമായ റമളാനിന്റെ 17ാം രാവിൽ ആ തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ സലാം വിട്ടുന്ന സമയത്ത് അനൗൺസ്മെന്റ് വരികയാണ്, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആണ് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എന്തിനോട് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ് തീരുക. അൽ മർഉ മഅമൻ അഹബ്ബ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരെയാണോ ഇഷ്ടം വെക്കുന്നത് അവരോടൊപ്പം എത്തിച്ചേരും. നമ്മുടെ മക്കൾ ആരെയാണ് ഇഷ്ടം വെക്കുന്നത് എന്ന് ചിന്തിക്കും. സിനിമാക്കാരെയാണോ, ഫുട്ബോൾ പ്രേമികളെയാണോ, ക്രിക്കറ്റ് താരങ്ങളെയാണോ? നിന്റെ ഇഷ്ടം തൊപ്പിയാണ് എങ്കിൽ ഏത് തൊപ്പി? പള്ളിക്കകത്ത് തൊപ്പി വെച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന തൊപ്പിയുടെ കഥയല്ല ഈ പറയുന്നത്. രാത്രി മുഴുവനും ആലിമീങ്ങളെയും ഉലമാക്കളെയും പണ്ഡിതന്മാരെയും മഹത്തുക്കളെയും ഒക്കെ റോസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തിയിട്ട് കോടികൾ കൂട്ടിയതാകുന്ന തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു കടയുദ്ഘാടനത്തിന് വേണ്ടി ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ഒരുമിച്ച് കൂടിയ 10,000-കണക്കിന് ചെറുപ്പക്കാരായ ആളുകളിൽ മുസ്ലിം സഹോദരങ്ങളും 17 മുതൽ 25 വയസ്സുള്ളതാകുന്ന സഹോദരിമാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സമുദായത്തിന്റെ പോക്കി അങ്ങോട്ടാണ്. ആ വന്നതിൽ ഭൂരിഭാഗവും മുസ്ലിം കുട്ടികളാണ് എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? രാവിലെ മുതൽ വൈകിട്ട് വരെ ലൈവ് ചെയ്തിട്ട് ആളുകളെ ചീത്ത വിളിക്കുക, വായിക്കാത്ത വരുന്ന മുഴുവൻ ചീത്ത വർത്തമാനങ്ങൾ, അശ്ലീലതകൾ. ഈ അശ്ലീല ചുവയുള്ളതാകുന്ന ചെറുപ്പക്കാരന്റെ പിറകിലേക്കാണ് ഇന്നത്തെ തലമുറയുടെ പോക്ക് എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാര് അറിയണം. നാളെ അവനോടൊപ്പമായിരിക്കും എത്തിച്ചേരുക. അവൻ എവിടെ പോകുന്നു അവിടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകും. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഈ മഹത്തുക്കളാകുന്ന സഹാബുൽ ബദരീങ്ങളെ സ്നേഹം വെച്ചോ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഈ മഹല്ലത്തിലെ ഓരോ പ്രിയപ്പെട്ട വിശ്വാസികൾ തയ്യാറായി. എല്ലാ അശ്ലീലതകളും മാറ്റി ഹിജറ വർഷം 1447 ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ടുള്ള, ഇതുവരെ നിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. അതിനെ മാപ്പിരുന്ന് നല്ല ഒരു തൗബ ചെയ്ത് നസുഹായ തൗബ, അതാണല്ലോ വേണ്ടത്.
നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? 4 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആ തൗബയാകുക. ഉതുലുബ മതാബൻ ബിന്നദാമതി മുഖലിആ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖബലാ وبراءة من كل حق الآدمي ولهذه الأركان فرعا وكملا. 4 കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നസൂഹായ തൗബയാവുക. നമ്മളൊക്കെ തൗബ ചെയ്യുന്നുണ്ട്, പടച്ചവനെ പുറത്തു തരണേ, അസ്തഗ്ഫിറുല്ലാഹ് 100 പോരാ സഹോദര. പൂർണ്ണമായ തൗബയാകണമെങ്കിൽ ഈ ഒരു പുതുവർഷത്തിലേക്ക് കടന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ നല്ല ഒരു തൗബ ചെയ്തുകൊണ്ട് കടന്നില്ല. എങ്ങനെയാ തൗബ? ചെയ്തു പോയിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഓർത്തുകൊണ്ട് ദുഃഖഭാരത്തോടുകൂടി ആയിരിക്കണം നിന്റെ മനസ്സ് തളം കെട്ടേണ്ടത്. നല്ല ദുഃഖം ഉണ്ടാവണം. ഒന്നാമത്തെ നിബന്ധന അതാണ്. 2, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ പാടെ ഒഴിവാക്കണം. 3, ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം. 4, ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ അവരെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയതാണെങ്കിൽ അവരെ കണ്ട് പൊരുത്തപ്പെടിച്ച്, അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ ക്രയവിക്രയങ്ങൾക്ക് കൃത്യമായി സാമ്പത്തികം കൊടുത്തുകൂട്ടിക്കൊണ്ട് പൊരുത്തപ്പെടിച്ച് നല്ല ജീവിതം നയിച്ചുകൊണ്ടുള്ള തൗബ. ഈ 4 ഘടകങ്ങൾ കൂടിച്ചേരുമ്പോഴേ ഉള്ളൂ. അഥവാ അതീവ ദുഃഖത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ ഒഴിഞ്ഞു നിന്ന് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം ഹൃദയം കൊണ്ട് എടുത്ത് ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ മുഴുവനും പൂർത്തീകരിച്ചിട്ട് അല്ലാഹുവിലേക്ക് അല്ലാഹുമ്മ ഗഫിർ ലനാ, അല്ലാഹുമ്മ ഗഫിർ ലനാ, അല്ലാഹുമ്മ ഗഫിർ ലനാ, അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക ഇന്നക കുൻത ഗഫാറ എന്ന് പറയുമ്പോഴാണ് ഇസ്തിഗ്ഫാർ പൂർണ്ണമാകുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴാണ് നസൂഹായ നിഷ്കളങ്കമായ ഖലാസിന്റെ തൗബയിലേക്ക് നമ്മൾ എത്തിപ്പെടുക. അങ്ങനെ ഒരു തൗബ ചെയ്ത് ഈ പുതുവർഷത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ ഈ കൂട്ടായ്മ അല്ലാഹു കബൂലാക്കട്ടെ.